വാക്കുകളും ചിത്രങ്ങളും ഓർമ്മകളും ചേർന്നാണ് ഒരു വായനാ സംസ്കാരം രൂപപ്പെടുന്നത്. ചിത്രകലയും സാഹിത്യവും ചേർന്ന് നിർമ്മിച്ച കേരളത്തിൻ്റെ വായനാ ചരിത്രത്തിലേക്കുള്ളൊരു സഞ്ചാരം. കലാചരിത്ര അധ്യാപികയും എഴുത്തുകാരിയും ഗവേഷകയുമായ കവിതാ ബാലകൃഷ്ണനൊപ്പം. ടീച്ചർ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ ആനുകാലികങ്ങളെ അധികരിച്ചുകൊണ്ട് അതിൽ വന്ന ചിത്രങ്ങളെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ചിത്രങ്ങളെ പഠിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന വായനയുടെ സംസ്കാരത്തെയും കാഴ്ചയുടെ സംസ്കാരത്തെയും പറ്റി പഠിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ 20-ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തി അല്ല ആ ഒരു പൊതുമണ്ഡലത്തെ വായനയെയും ചിത്രകലയെയും രൂപപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് തോന്നിയിട്ടുള്ളത്? 20-ാം നൂറ്റാണ്ടിൽ ചിത്രകലയും വായനയും ഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരുന്നു എനിക്ക്. അത് അങ്ങനെ ഒരു ടാസ്ക് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ തന്നെ വളരെ കുട്ടിയായിരുന്ന കാലം മുതലുള്ള വായനാശീലം. ആ വായനാശീലത്തിൽ ഞാൻ വായിക്കുന്ന ഒരാളുമായിരുന്നു, അത്ര തന്നെ നോക്കുന്ന ഒരാളുമായിരുന്നു. ചിത്രങ്ങൾ ധാരാളം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ അനുഭവം ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇത് പലർക്കും ഉണ്ട്, പക്ഷെ അത് നമ്മളുടെ സംസ്കാരത്തിൽ കാഴ്ചയും നോട്ടവും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വകയിരുത്താത്തത് കൊണ്ട് നമ്മൾ ഈ ചിത്രങ്ങളെക്കുറിച്ചൊന്നുള്ള ചർച്ചകൾ അത് അധികമൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ അത് പക്ഷേ ചിത്രത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നത് മറ്റൊരു സന്ദർഭത്തിലാണ്. അതായത് കുട്ടിക്കാലത്തെ വായനയൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ ബറോഡ MS യൂണിവേഴ്സിറ്റിയിൽ ആർട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഞാനീ അറിയുന്ന കലയൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ ചർച്ച ചെയ്യുന്ന കല എന്ന് പറയുന്നത് ഗാലറിയിൽ വെക്കുന്ന കല, സ്കൾപ്ചർ, ശില്പം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ASൻ്റെ ഒരു ഡ്രോയിങ്, ഗംഭീരമായിട്ടുള്ളൊരു ഡ്രോയിങ് ആയിട്ട് എനിക്ക് തോന്നിയ സംഗതി ഇവിടെ ഒട്ടും ആരും അറിയുപോലുമില്ല അത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായത്, എനിക്ക് പരിചയമുള്ള കലാകാരന്മാരെയും ഞാൻ അനുഭവിച്ച കാഴ്ചാ പരിസരത്തെയും ചരിത്രവൽക്കരിക്കണമെങ്കിൽ എനിക്ക് പുതിയൊരു ടൂൾ ആവശ്യമുണ്ട്. ഇത് കലാചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, എനിക്കത് തോന്നുന്നുണ്ട്, പക്ഷെ അതെനിക്ക് സ്ഥാപിക്കണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആഴത്തിൽ ഒരു ടൂൾ വേണം. അപ്പോൾ കൾച്ചർ സ്റ്റഡീസിൻ്റെ ഒരു ടൂള് ഓൾറെഡി അവിടെ വികസിച്ച് വരികയാണ് ലേറ്റ് 90s. ആ ടൂൾ അനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ പ്യൂറി ബോർദിയുവിൻ്റെയൊക്കെ ഫീൽഡ് ഓഫ് കൾച്ചർ പ്രൊഡക്ഷൻ എന്നുള്ള തിയറിയൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ തിയറി വായിച്ചാലും നമുക്ക് പലപ്പോഴും ഇതെവിടെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പലപ്പോഴും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിയറിയെ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. തിയറി ഒരു ഫിലോസഫിയാണ്. ഫിലോസഫി നമ്മൾ ലിവ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിലോസഫി ഉപയോഗിക്കാം. ആ ഒരാളെ നമുക്ക് നമ്മുടെ കൂടെ ചേർക്കാം. അപ്പോൾ ബോർദിയുവിനെ ഞാൻ കാലങ്ങളോളം ഒരു മാസങ്ങളോളം ഞാൻ എൻ്റെ കൂടെ ചേർത്തില്ല. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാനിത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇലസ്ട്രേഷൻ ഒറ്റയ്ക്കെടുത്ത് പഠിക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ ആർക്കൈവ് എന്ന് വെച്ചാൽ ഇതേപോലെ ആർക്കൈവ് എനിക്കന്ന് കൃത്യമായി അവൈലബിൾ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ സാഹിത്യ അക്കാദമിയിൽ ഇങ്ങനൊരു ആർക്കൈവ് ഉള്ള കാര്യം തന്നെ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഞാൻ കാർലം ബാലകൃഷ്ണൻ്റെയും മറ്റുമൊക്കെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള കളക്ഷൻസിൽ പോയി അവരുടെ തട്ടുമൂളിൽ നിന്നാണ് സാധനം എടുത്തിട്ട് ആദ്യം പഠിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വേണ്ടത്ര എല്ലാ മെറ്റീരിയലും ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സാഹിത്യ അക്കാദമിയുടെ ആർക്കൈവ് ശ്രദ്ധിക്കുന്നത്. അന്നൊന്നും ആർക്കൈവൽ സ്റ്റഡീസ് വന്നിട്ടില്ല. മീൻസ് നമ്മുടെ ഇടയിൽ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. അപ്പോൾ ആർക്കൈവ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ടൂളാണ്. കൾച്ചർ സ്റ്റഡീസ് ഒരു ടൂളാണ് പോലെ തന്നെ ആർക്കൈവ് ഒരു ടൂളാണെന്ന് ഞാൻ അറിയാതെ അതിനുള്ളിലേക്ക് വീണിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഇലസ്ട്രേഷൻ ആണല്ലോ എൻ്റെ വിഷയം. ഞാൻ ഇലസ്ട്രേഷൻ നോക്കാൻ പോവും. ചില സാഹിത്യകൃതികൾ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഇലസ്ട്രേഷൻ നോക്കണം എന്ന് കരുതി നമ്മൾ ആർക്കൈവ് പോകുന്നു. 1968 മാതൃഭൂമി എടുക്കുന്നു, നമ്മളത് കാണുന്നു. ആ കഥ മാത്രം ഓരോ ലക്കവും ഫോട്ടോകോപ്പി എടുത്ത് വരുന്നു. അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോകോപ്പിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ശ്രദ്ധ പോയി. പിറ്റേ ദിവസം എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഇലസ്ട്രേഷൻ ഒന്നും എൻ്റെ കയ്യിൽ വരുന്നില്ല. ഞാൻ കുറേ കവർ ചിത്രങ്ങൾ കൊണ്ടുവരുന്നു, കുറേ കാർട്ടൂൺസ് കൊണ്ടുവരുന്നു. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഇലസ്ട്രേഷൻ ഒഴികെ എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇലസ്ട്രേഷനും ഉണ്ട്. അപ്പോൾ ഇലസ്ട്രേഷനും അനവധി മറ്റ് വിഷ്വൽസും
കൂടിച്ചേർന്ന് ഒരു നോട്ട വ്യാപാരിയായിട്ട് ഞാൻ മാറുകയാണ്. മനസ്സിലായോ? ഇത് പലപ്പോഴും കവർ ചിത്രങ്ങൾ ഒരു 4-4 അടുപ്പിച്ച് കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുക. അവസാനമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഇലസ്ട്രേഷനാണ്. ഇലസ്ട്രേഷൻ സാഹിത്യാധിഷ്ഠിതമാണെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആണ് താനും, ഇലസ്ട്രേഷൻ സാഹിത്യാധിഷ്ഠിതം തന്നെയാണ്. പക്ഷേ സാഹിത്യാധിഷ്ഠിതമായ ഇലസ്ട്രേഷൻ ഒരു പ്രിന്റ് മീഡിയ പരിസരത്ത് വരുമ്പോൾ അത് പലവകകളുടെ ഉള്ളിലാണ്. ഇറ്റ് ഈസ് ഇൻ എ ഫീൽഡ് ഓഫ് കൾച്ചറൽ പ്രൊഡക്ഷൻ. അങ്ങനെയാണ് എനിക്ക് ബോർദ്യുവിനെ എൻ്റെ കൂടെ കിട്ടിയത്. അതുപോലെ ചിത്രങ്ങളെ എങ്ങനെ ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ എങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കും. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് നാരറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഭാരതീയൻ ബോധം വായിച്ചപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ തന്നെ ചെയ്തു വന്ന പ്രക്രിയയിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് നമ്മൾ. അപ്പം നമ്മൾ തിയറി എന്ന് പറയുന്നതും പ്രാക്ടീസ് എന്ന് പറയുന്നതും ഒന്നാണ്. അതിൽ നോട്ടം എന്ന് പറയുന്ന നോട്ടത്തിൻ്റെ ഒരു വ്യാപാരം ഞാൻ നോക്കുമ്പോൾ ഉള്ളതല്ല വേറൊരാൾ നോക്കുമ്പോൾ ഉണ്ടാവുന്നത്. എനിക്ക് ചില ചിത്രങ്ങൾ കണ്ടപ്പോൾ ചിരി വന്നു. അതൊരു പക്ഷേ എൻ്റെ മുമ്പിലിരുന്ന് ഇതേ ചിത്രം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഒരാൾക്ക് ചിരി വന്നില്ല. അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നോട്ടത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല, ചിരി വന്ന ചിത്രം ഞാൻ പറയാം. ഒരു സ്ത്രീയുടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ആഡാണ്. ഒരു സ്ത്രീയുടെ മോഹങ്ങളായിട്ട് ഫ്രിഡ്ജ്, TV അങ്ങനെയൊക്കെ ഉണ്ട്. ആ കാലത്ത് അതായിരുന്നല്ലോ 1980-കളിലെ. അപ്പം ഇതിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ നിന്നിട്ട് സ്വപ്നം കാണുകയാണ്, ഫ്രിഡ്ജ്, TV, കെട്ടിടങ്ങൾ, വീട്. അപ്പം എനിക്ക് ചിരി വന്നു. ഇതാണോ നിങ്ങൾ ഈ പറയുന്ന പെണ്ണുങ്ങളുടെ കാഴ്ച, മോഹം? ഇതൊന്നുമല്ല പെണ്ണുങ്ങളുടെ മോഹം, എൻ്റെ മോഹം വേറെ ചിലതാ എന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ചിരി വന്നു. പക്ഷെ ഇത് വായിച്ച എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പയ്യൻ കൊള്ളാല്ലേ, നല്ല ആഡ് എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഒരു ഫീമെയിൽ ലുക്കിങ്ങും ഒരു മെയിൽ ലുക്കിങ്ങും ഉണ്ട്. അപ്പം ലുക്കിങ്ങിന് ജെൻഡർ ഉണ്ട്. അപ്പം ഈ ലുക്കിംഗ് പബ്ലിക്കിൽ ജെൻഡർ ഉണ്ടാവണം എന്നൊക്കെ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇലസ്ട്രേഷൻ എന്ന് പറയുന്ന കല, സാഹിത്യം എന്നീ രണ്ട് സ്വയം അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല രണ്ട് ഫീൽഡുകളുടെ കോഎക്സിസ്റ്റൻസ് ആയിട്ടും, ഈ കോഎക്സിസ്റ്റൻസിൽ ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു. അതിൽ തന്നെ സാഹിത്യമാണ് ആദ്യം വന്നത്. ചിത്രം സാഹിത്യത്തിനൊരു വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ഈ വ്യാഖ്യാനം തരുന്നത് വലിയ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. സാഹിത്യത്തിന് സ്വതന്ത്രമായിട്ട് വായിച്ചു പോരാൻ പറ്റുന്നില്ല. ഇലസ്ട്രേറ്റർ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ചിന്താമണ്ഡലങ്ങളായിട്ട് അതുവരെ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് സ്വതന്ത്ര മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ ഒരു കമേഴ്സ്യൽ ആഡിൻ്റെയും അനവധി നോട്ട പ്രാക്ടീസുകളുടെയും, വായന പ്രാക്ടീസ് മാത്രമല്ല നോട്ടത്തിൻ്റെ, കാഴ്ചയുടെ നോട്ടത്തിൻ്റെയും പ്രാക്ടീസിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് AS വരച്ച ചിത്രത്തിൽ തീർച്ചയായിട്ടും ബോംബെ ഡൈങ്ങിൻ്റെ ആഡിലെ സുന്ദരിയുടെ ഇരിപ്പ് സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കണ്ടെത്തി. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ദേശാഭിമാനി ഒരു കാലഘട്ടങ്ങളിൽ 70-80 കാലഘട്ടങ്ങളിൽ ദേശാഭിമാനി വാരികയുടെ മുഖചിത്രം മരം കയറുന്ന, തെങ്ങ് കയറുന്ന കർഷകൻ, ചെത്ത് കർഷകൻ, തൊഴിലാളിയെ എങ്ങനെയാണ് അവതരിപ്പിക്കുക. പിന്നെ മുഖചിത്രത്തിൽ ഒരു ഒരു പ്ലഷർ ഇല്ല, ലുക്കിങ്ങിന്റെ പ്ലഷർ ഇല്ല, ജൂയിസൻസ് ഇല്ല, ചിരി ഇല്ല. എല്ലാ നേതാക്കളും വളരെ ഗൗരവമാണ്. അതിന്റെ ടോൺ വളരെ ഗൗരവപ്പെട്ടത്, സെപ്പിയ ടോണിലും ഒരു ഡിം ടോണിലാണ്. പക്ഷേ അതേ കാലത്ത് തന്നെ മാതൃഭൂമിയുടെ കവറിൽ തൊഴിലാളി സ്ത്രീ ഒരു അരിവാൾ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാണ്. അരിവാളിന്റെ കൂർത്ത അറ്റം അവരുടെ ചുണ്ടിന്റെ സൈഡിലാണ്. മനസ്സിലായില്ലേ? പൊന്നരിവാൾ അമ്പിളിയിൽ നിന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. സെയിം സാധനം, സിനിമാ പാട്ട് 100,000 ഓർമ്മിപ്പിക്കുന്ന മട്ടില് ഈ ചുറ്റികയിൽ അരിവാൾ ഏന്തി, കൊയ്ത്തരിവാൾ ഏന്തി ഇങ്ങനെ നിൽക്കുന്ന, തീർച്ചയായിട്ടും ചുറ്റിക നമ്മൾ കണക്ട് ചെയ്ത് വായിച്ചു പോകും. മനസ്സിലായില്ലേ? അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിംബലിസംസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇമേജസ് ആർ നോട്ട് ഇന്നസെന്റ്. ഇമേജസ് കറക്റ്റായിട്ടും ചില ഒരു പൈങ്കിളിയായ റീഡിംഗ് നമ്മൾ പറയില്ലേ, ഒരു റൊമാൻസ് റീഡിങ്. ആ റൊമാൻസ് റീഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു തൊഴിലാളി സ്ത്രീയെ ഒരു പുറത്ത് മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ, ജയകേരളം, പിന്നെ അനവധി മാസികകൾ, മലയാള രാജ്യം, ചിത്രവാരിക, ചിത്രകാർത്തിക, ഇതിലൊക്കെ ഉള്ള കവർ ചിത്രങ്ങൾ മാതിരിയേ അല്ല
നമ്മൾ ദേശാഭിമാനിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആ വാരികയുടെ കവർ ചിത്രങ്ങൾ. അപ്പം കാണിയെ അത്രയൊന്നും സുഖിപ്പിക്കാത്ത, കാണിയെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള ടോണിൽ ഡൗൺ പ്ലേ നമുക്ക് ആ കവറിൽ കാണാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നീടാണ് നമ്മൾ വാർത്തക്ക് എഴുതുന്ന ഈ സ്റ്റുഡിയോ പങ്ക്ടം എന്നൊക്കെ പറഞ്ഞ ആശയങ്ങൾ, അതായത് ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഫാക്ച്വൽ ഡാറ്റ മാത്രമല്ല, അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നുണ്ട്. ഫോട്ടോയിൽ പെയിന്റ് ചെയ്യുന്നു, മുടിയുടെയൊക്കെ ചുറ്റുപുറങ്ങൾ പെയിന്റ് ചെയ്യുന്നു, മുടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കേൾസ് മാതിരി നിൽക്കുന്നത്, അത് സവിശേഷമായിട്ട് വൈറ്റ് മാർക്കർ ഇത് വെച്ചിട്ട് വരച്ചെടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക്. അതായത് ഈ ഫോട്ടോഗ്രാഫുകൾ എടുത്ത ഫോട്ടോഗ്രാഫേഴ്സ്, അതുമ്മ ഫോട്ടോ റീടച്ച് ചെയ്ത പെയിന്റേഴ്സ്, ഇവരെല്ലാവരും ഒരു കലാകാര പലവകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ കണ്ടത് കുടം തുറന്ന മാതിരിയാണ് ഭൂതം പുറത്തു വന്നത്. അതായത് നമ്മുടെ വിഷ്വൽ പ്രാക്ടീസസ്, നോട്ടത്തിൻ്റെ മാത്രമല്ല ചെയ്ത്തിൻ്റെയും കലചെയ്ത്തിൻ്റെയും പ്രാക്ടീസസിൻ്റെ ഒരു വിപുലമായൊരു കൾച്ചർ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കൾച്ചറിന് ഒരു മുഖ്യധാര ആർട്ടിൻ്റെ വിലയില്ല. അഥവാ ഒരു ഓട്ടോണമസ് ആർട്ടിൻ്റെ സ്വക്ഷേത്ര ബലമുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ ഇവർക്ക് കിട്ടുന്നില്ല. ഇവിടെയാണ് നമ്പൂതിരി അല്ലെങ്കിൽ AS ദേവമാഷ് ഇവരൊക്കെ മദ്രാസ് സ്കൂളിൽ പഠിച്ച പഠിത്തവുമായിട്ട് ഇവിടെ വന്ന് അവരുടെ ഒരു ആർട്ടിസ്റ്റിക് കോഡുകൾ ഇതിനകത്ത് പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അവരുടെ ആർട്ടിസ്റ്റിക് കോഡുകൾ പ്രാവർത്തികമാക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അതായത് ഒരു ചിത്രത്തെ മുഴുവനായിട്ടൊന്നും വരയ്ക്കൊന്നുമില്ല. ഒരു ലേഡിയെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു പെണ്ണിൻ്റെ ചിത്രമാണെങ്കിൽ, അതാണ് സ്വതവേ റിപ്പീറ്റഡ്ലി പലരും ചെയ്തിരിക്കുന്നത്. ഇത്രയധികം സ്ത്രീകൾ നമ്മുടെ കഥാപാത്രങ്ങളാണ് അക്കാലത്ത്, പക്ഷേ കഥ എഴുത്തുകാരായിട്ട് വന്നിട്ടില്ലാത്ത കാലമാണ്. മനസ്സിലായില്ല? അപ്പോൾ ഒരു ഭാഗത്തൊരു ജെൻഡറിൻ്റെ വായന നമുക്ക് മനസ്സിലാക്കാം. മറ്റു പുറത്ത് ദേവമാഷിയും ASൻ്റെയും നമ്പൂതിരിയുടെ ഒക്കെ വർക്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്കറിയാം ഇത് ഇന്ന ആളാണ് ചെയ്തത്. രണ്ടാമത് ഒരു സ്ത്രീയെ വരയ്ക്കുകയാണെങ്കിൽ അവരത് മുഴുവനും ഡീറ്റെയിലിംഗ് കൊടുക്കില്ല, മറിച്ച് ഒരു വരയിൽ അനവധി കാര്യങ്ങൾ സജസ്റ്റഡ് ആയിരിക്കും. അപ്പം അതുപോലെ ദേവമാഷ ചില ചിത്രങ്ങൾ കണ്ട വലിയ പണിയെടുത്ത് വരച്ച ചിത്രം പോലെ തോന്നില്ല, ഭയങ്കര അനായാസതയാണ്, കാർട്ടൂൺ പോലെ ഇരിക്കും. അനവായിരിക്കും പൊൻകുരിശിനൊക്കെ ദേവമാഷ വരച്ച ചിത്രങ്ങൾ കാർട്ടൂൺ പോലെ ഇരിക്കും. അപ്പോൾ ഒരു കാർട്ടൂൺ പോലെ ഒരു ഡ്രോയിങ് കാണുമ്പോൾ ആളുകൾ ഇതിനെ അത്ര ഗൗരവത്തിൽ എടുക്കില്ല എന്ന് മാഷക്ക് അറിയാം. പക്ഷേ ആ മാഷക്ക് ഈ ഫീൽഡിൽ പണിയെടുത്തപ്പോൾ ആ ഫീൽഡിന്റെ സ്വഭാവം, കൾച്ചറൽ ആയിട്ടൊരു ഹാബിറ്റ്, ആ ഹാബിറ്റിന് യോജിച്ച ഒരു ഭാഷ അദ്ദേഹം അതിൽ കണ്ടെത്തിയിരുന്നു. അല്ലാതെ കലാകാരൻ്റെതായിട്ടുള്ള സ്വക്ഷേത്ര ബലമുള്ള ഭാഷ ഞാനിവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വഴങ്ങില്ല അവിടെ. അതുപോലെ തന്നെയാണ് എഴുത്തിലും ഈ പ്രശ്നം. ഇപ്പോൾ നമ്മളുടെ ഇടയിലെ എഴുത്തുകാരിൽ വളരെ അപൂർവം പേര് മാത്രമാണ് പബ്ലിഷ് ചെയ്യാൻ, അതായത് സീരിയലൈസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ നോവൽ എഴുതി ആരാളുള്ളത് ഇവിടെ. കാരണം സീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നോഷൻ തന്നെ നമുക്കൊരു കൾച്ചറൽ ആയിട്ടുള്ള ഓഡിയൻസിനെ തരുന്നുണ്ട്. മാഗസീൻസിൽ കഥ എഴുതുക, മാഗസീനിൽ കഥ എഴുതിയിട്ട് അത് കളക്ഷൻ ആവുന്നതേ നമുക്കറിയൂ. അല്ലാതെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു റൈറ്റർ സ്വക്ഷേത്ര ബലത്തോടെ ഒരു അച്ചടി മാധ്യമത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കഥ എഴുതിയ അങ്ങനെ പറ്റില്ലല്ലോ അയാൾക്ക്. അയാൾ പുസ്തകം പബ്ലിഷ് ചെയ്തേ പറ്റും. അപ്പോഴും പുസ്തകമല്ല, സീരിയലൈസേഷൻ ആണ് ആദ്യം ചെയ്യുക. ഈ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നോട്ടത്തിൻ്റെ വായനയുടെയും നോട്ടത്തിൻ്റെയും ഒരു സപ്പോർട്ട് സിസ്റ്റം ഈ എഴുത്തുകാർക്കും ആവശ്യമുണ്ടായിരുന്നു. സത്യത്തിൽ വരയുടെ പരമശിവനായ നമ്പൂതിരിയെ എൻ്റെ ചിത്രത്തിന് എൻ്റെ കഥയ്ക്ക് വരയ്ക്കണം എന്ന് VKN പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുള്ളതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം വരയ്ക്കുകയും എഴുത്ത് നന്നായിട്ട് സീരിയലൈസ് ചെയ്യുകയും ചെയ്താൽ അതിലാണ് അദ്ദേഹത്തിന് വായനക്കാരെ കിട്ടുന്നത്. പുസ്തകം എന്ന് പറയുന്നത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. പുസ്തകത്തിനൊരു അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി ഇല്ലാത്ത ഒരു ലൈറ്റ് വെയ്റ്റ്, ഒരു വഴക്കമുള്ള ഒരു വായനയും നോട്ടവും ഈ ആനുകാലികങ്ങളുടെ പ്രതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ മനസ്സിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ നോക്കുന്ന ആള്, വായിക്കുന്ന ആളും നോക്കുന്ന ആളും ഒരാളാണ്. അയാളാകട്ടെ നിരന്തരം ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അയാൾക്ക് ഭയങ്കര ഡിസയറസ്, അയാളൊരു നല്ല വോയറിസ്റ്റാണ്. അയാൾക്ക് നോക്കിയ ആളുകളെ സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ്. ഇതൊക്കെ നമുക്ക് ആ ചിത്രത്തിൻ്റെ ഭാഷയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോട്ടവും വായനയും ഒരുമിച്ചാകുന്ന ഒരു എൻറ്റിറ്റി, ഒരു എക്സിസ്റ്റൻഷ്യൽ എൻറ്റിറ്റി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ തന്നെ എക്സിസ്റ്റൻഷ്യൽ എൻറ്റിറ്റിയിലൂടെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അല്ലാതെ ഞാനൊരു
അത് ഒരുപക്ഷെ ഞാൻ മറ്റൊരു സൈഡിൽ ആർട്ടിസ്റ്റാണ്, ഞാൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറിയിൽ, എൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മണ്ഡലത്തിലുള്ളതുപോലെ അല്ല, എനിക്ക് വ്യത്യസ്തമായ അനവധി സാധ്യതകൾ പുറത്ത് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഉള്ളിൽ ആർട്ടിസ്റ്റിനെ കുറച്ച് സമയം ഈ പ്രിൻ്റ് പിക്ചറിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗവേഷണം ചെയ്തത് തന്നെ. അപ്പോൾ എൻ്റെ ഗവേഷണത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ കാറ്റഗറി ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്കൊരു പേരിടണം. അയാളൊരു വായനക്കാരൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ അവിടെ പോയി, എന്നാൽ അയാളൊരു കാഴ്ചക്കാരൻ എന്ന് പറഞ്ഞാൽ വായനക്കാരൻ അവിടെ പോയി. രണ്ടും കൂടി വായനയും കാഴ്ചയും വിഷ്വൽ ആൻഡ് വെർബൽ ഒരു ദ്വന്ദ്വമാണ് എന്നുള്ള ഒരു ഭയങ്കരമായൊരു സ്റ്റീരിയോടൈപ്പ് ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഇരയായിരുന്നു. പക്ഷെ ആ പ്രിജുഡീസ് വെച്ചിട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ സത്യം അതല്ലെന്ന് മനസ്സിലായി. ഈ എക്സിസ്റ്റൻഷ്യൽ കാറ്റഗറിക്കകത്ത് വിഷ്വലും വെർബലും ഒരുമിച്ച് വന്ന ഒരാളായി മാറുന്നുണ്ട്. ആ ആളുടെ പേര് ഞാൻ ഇട്ടതാണ് വായനാ മനുഷ്യനെന്ന്. വായന അവിടെ ഇൻ്റർപ്രിറ്റേഷനാണ്. വായനയിൽ താല്പര്യപ്പെടുന്ന മനുഷ്യൻ അയാൾ ഇൻ്റർപ്രിറ്റേഷനാണ്. വെറും റീഡിങ്, പ്രിന്റ് റീഡ് ചെയ്യുന്ന ആൾ മാത്രമല്ല, പ്രിന്റ് പിക്ചർ നോക്കുന്ന ആളുമാണ്. അപ്പോൾ വായനയിൽ നമ്മളുടെ കണ്ണിൻ്റെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു അഡീഷണൽ നെസസിറ്റി കൂടി അയാൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ബോധ്യമുള്ള ഒരാളുടെ പേരാണ് വായനാ മനുഷ്യൻ. അയാൾ വർഷങ്ങളോളം അയാൾ കണ്ട കാഴ്ചകളെക്കുറിച്ച് അധികം പറയാതിരുന്നു. 90കളായപ്പോൾ അയാളുടെ ഇലസ്ട്രേറ്റർമാരെ കുറിച്ച് പുസ്തകങ്ങൾ സെപ്പറേറ്റ് കളക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. 93, 92, 91 നമ്പൂതിരിയെ കുറിച്ചൊരു കളക്ഷൻ വരുന്നത്. ASനെ പറ്റി ചിത്രങ്ങൾ AS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളക്ഷൻ വന്നു. അത് ഇലസ്ട്രേറ്റർ ആയിട്ടുള്ള JR പ്രസാദാണ് അതിന് മുൻകൈ എടുത്തതെന്ന് എനിക്കറിയാം. താഹാമാടെ നിരന്തരമായി നമ്പൂതിരിയായിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്പൂതിരി തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 90കളുടെ അവസാനം 2000കളുടെ തുടക്കത്തിൽ ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന കാലത്ത് നമ്പൂതിരി സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആത്മകഥ എന്ന് പറയാവുന്ന മട്ടിൽ കുറേ ഓർമ്മകൾ എഴുതിക്കൊടുന്നു. കോലായ എന്നൊക്കെ പറഞ്ഞ് രേഖകൾ നമ്പൂതിരി എന്നൊരു പുസ്തകം ഇറങ്ങി. സോ ഞാൻ കാണുന്നുണ്ടായിരുന്നത് ഇലസ്ട്രേറ്റർ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അസർട്ട് ചെയ്യുന്നൊരു കാലത്ത് തന്നെയാണ് ഞാൻ ഈ പഠിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇയാൾ ഇങ്ങനെ അസർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനു മുമ്പ് അത് നടന്നിരുന്നില്ല. നമ്മളെല്ലാവരും നമ്പൂതിരിയെ കൂടെ കൂട്ടിയിരുന്നു. അതായത് കോലായയിൽ നമ്പൂതിരി കൂടെ കൂടിയിട്ടുണ്ട് എഴുത്തുകാർക്കൊപ്പം. അതേ കാലത്ത് തന്നെ ഇതുപോലെ ഒരു എഴുത്തുകാരുടെ കൂടെയും പോകാൻ പറ്റാതിരുന്ന ആളാണ് ഗോപാലൻ എന്ന് പറയുന്നത്. പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കാമ്പശ്ശേരിയുടെ കഥയ്ക്ക് കാമ്പശ്ശേരി ജനയുഗം എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് അതിൽ MN സത്യാർത്ഥിയുടെ നോവല് നിരന്തരമായി അതിനുവേണ്ടി വരച്ചുകൊണ്ടിരുന്ന ആളാണ് ഗോപാലൻ. പക്ഷെ ഗോപാലൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്പൂതിരിയുടെ പോലെ ഞാൻ ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കോഡുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഗോപാലൻ വർക്ക് ചെയ്തത്. ഗോപാലൻ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തിന് ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള കാറ് വരയ്ക്കണം, ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രം ഇടിയിപ്പിക്കണം, വസ്ത്രത്തിൻ്റെ കര കൃത്യമായി ബോർഡർ ഉണ്ടാക്കണം. അതായത് കലയില്ലാതാക്കുന്ന നമ്മുടെ സ്വക്ഷേത്രബലമുള്ള കലയിൽ സജഷൻ ഉണ്ട്. സജസ്റ്റീവ് പ്രാക്ടീസസിനെ ഒഴിവാക്കിയിട്ട് വിശദീകരണമാത്മകമായിട്ടുള്ള പ്രാക്ടീസ് വിച്ച് ഈസ് ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള പ്രാക്ടീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വരച്ച അയാൾ ഒട്ടും സട്ടിലായിരുന്നില്ല, സൂക്ഷ്മമായിരുന്നില്ല. ഹി വാസ് നോട്ട് സെൽഫ് കോൺഷ്യസ്. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഞാൻ എന്തിനാണ് ഇത്ര വിശദീകരണങ്ങൾ ചെയ്യുന്നത്, ഞാനൊരു 2 വരയിൽ ചെയ്താൽ അതല്ലേ ആളുകളെ മാജിക്കലായിട്ട് എടുക്കുക. ഇതൊന്നും അല്ല അദ്ദേഹം ആലോചിച്ചത് വ്യക്തമായി കൃത്യമായി ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്യമായി ചിത്രം വരച്ച ചിത്രകാരന്മാരൊന്നും തന്നെ വേണ്ട രീതിയിലൊന്നും, കാരണം ദേ നെവർ ഹാഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സട്ടിൽ ആർട്ടിസ്റ്റിക് കോഡ്. അപ്പോൾ അതാണ് ശരിക്കും നമ്പൂതിരിയും ഏസും ഒക്കെ അവരുടെയൊക്കെ പ്രൊഫഷനെ ഈ ആർട്ടിസ്റ്റിക് കോഡുകളിലൂടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന സമയത്ത് ഈ കോഡുകളെ കുറിച്ച് ബോധ്യമില്ലാത്ത മറ്റ് ആർട്ടിസ്റ്റുകൾ പലരും പരസ്യകലകൾക്കൊക്കെ ചെയ്യും പോലെ തന്നെ സ്കെച്ചുകൾ ചെയ്യുകയും അവർ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു അക്കാലത്ത്. പക്ഷെ ഒരു ഗുണമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്പൂതിരി ഒരിക്കലും എൻ്റെ ചിത്രങ്ങൾ കൊണ്ട് ഞാൻ വരച്ച മാസികയ്ക്ക് കൂടുതൽ വായനക്കാരെ കിട്ടി എന്ന് നമ്പൂതിരി ഒരിക്കലും പറയില്ല. നമ്പൂതിരി അതിനെക്കുറിച്ച് കൺസേൺഡേ അല്ല. ഹീസ് എൻ ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോഴാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ പറയുന്നത്, എൻ്റെ ചിത്രം ക്യാരി ചെയ്തതുകൊണ്ട് കലാകൗമുദി വാരിക 25 ലക്ഷം കൂടുതൽ
വിറ്റിട്ടുണ്ട്, വിറ്റവര് വന്നു. ഇത് കൂടുതലായിട്ടുണ്ട്, ഇത് എൻ്റെ ചിത്രത്തിന്റെ ഗുണം കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം അസർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നാം കണ്ടിട്ടുണ്ട്. അതെ, പാട്ട് നന്നായാൽ സിനിമ വിജയിച്ചെന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ തമാശ എന്താന്ന് വെച്ചാൽ ഇലസ്ട്രേറ്റർ ഹൈ എൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ കിട്ടിയ ഇലസ്ട്രേറ്റർക്ക് അയാളെ അവിടെ തുറന്ന് സമ്മതിക്കാൻ, ഒരു ചരക്ക് വ്യവസായത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ മറ്റേ ആൾക്ക് കാഴ്ചയുടെ പ്രാക്ടീസ്, കാഴ്ചക്കാരനും വായനക്കാരനും ഒക്കെ ആയിട്ട്, വായനക്കാരൻ ഇയാളെ ചീത്തയൊക്കെ പറയും ഈ ഇലസ്ട്രേറ്റർ. അയ്യോ ഇയാൾ എന്താ പുതിയ കാർ ഇറങ്ങിയിട്ട് ആ കാറൊന്നും കണ്ടിട്ടില്ല ഇയാൾ ഇവിടെ ഇതുവരെ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ആ കാറ് വരയ്ക്കുക എന്നൊക്കെയാണ് എഴുതുക. നമ്പൂതിരി ഒരാൾ പോലും വിമർശിക്കില്ല. പക്ഷെ നമ്പൂതിരിയും കാഴ്ചക്കാരനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ആർട്ടിസ്റ്റിക് പ്രൊട്ടക്ഷനിൽ സെലിബ്രേറ്റ് ചെയ്തും ഭയഭക്തി ബഹുമാനത്തോടെയുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പം നമ്പൂതിരിക്ക് ഒരു പക്ഷേ ഒരു മോഡേൺ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്പൂതിരിയെ കാണുമ്പോൾ തന്നെ ഒരു മോഡേണിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കലയുടെ ഉന്നത ദന്തഗോപുരങ്ങളിലുള്ള ആശയങ്ങൾ നമ്പൂതിരി ഒരിക്കലും ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാറില്ല. പറയാൻ തുടങ്ങുമ്പോഴേക്കും പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഹീസ് വർക്കിംഗ് ഇൻ എ കൾച്ചർ ഇൻഡസ്ട്രി. അതായത് ഈ വ്യത്യാസം ഭംഗിയായിട്ട് എഴുതിയത് ആർ നന്ദകുമാറാണ്. ആർ നന്ദകുമാറിന്റെ ഒരു 1975 അമർഷം വാരികയിൽ മാസിക, അതിൽ അമർഷം അധികമൊന്നും വായനക്കാരില്ലാത്തതാണ്. അതിൽ നമ്പൂതിരിയുടെ സ്കെച്ചുകളെ പറ്റി അദ്ദേഹം ആഘോഷിച്ചെഴുതി. പക്ഷെ 89 ജയകേരളം വന്നപ്പോൾ ഇതേ ആർ നന്ദകുമാർ തന്നെ പറയുന്നു, ഇദ്ദേഹത്തിന്റെ ഹ്യൂമൻ സ്കെച്ചസ് നോക്കൂ, ഹ്യൂമൻ ഫിഗറേഷൻ നോക്കൂ, ആഴത്തിലുള്ള എന്തെങ്കിലും അതിലുണ്ടോ? ശരിയാണ്, ആഴത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ആഴത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നാൽ ഒരു ഫോംസ് ഒക്കെ ഡിസ്റ്റോർട്ട് ചെയ്തും ഫോംസിനകത്ത് കൃത്യമായ ചില എന്താ പറയുക, അതിന് ചില പ്രാക്ടീസസ് വരെയാണ്. ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായ സ്റ്റാറ്റസ് പോയിന്റേഴ്സ് വർക്ക് ചെയ്ത, ക്ലാസ് കോൺഷ്യസ്നെസ് വർക്ക് ചെയ്ത, അഭിരുചിയുടെ ടേസ്റ്റ് മാർക്കേഴ്സ് വർക്ക് ചെയ്ത ഒരു കൾച്ചറൽ ഫീൽഡ് ഈ വായനാ മനുഷ്യൻ എന്ന് പറയുന്ന ആള് അഥവാ അങ്ങനെ ഒരു എൻറ്റിറ്റി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ എൻറ്റിറ്റിയിൽ പബ്ലിഷറുണ്ട്, പത്രാധിപർ എന്ന് പറയുന്ന പ്രിൻ്റർ അടക്കമുള്ള പബ്ലിഷറുണ്ട്, എഡിറ്ററുണ്ട്, എഴുതിയ കവി റൈറ്റേഴ്സ് ഉണ്ട്, വരച്ച ആളുണ്ട്. പക്ഷെ ഈ വരച്ച ആളുടെ കാര്യങ്ങളും വരയ്ക്കുന്നതിൻ്റെ കാഴ്ചയുടെ കോൺട്രിബ്യൂഷനും നമ്മളൊരു കലയുടെ ചരിത്രമായിട്ട് ഇതുവരെ ക്ലെയിം ചെയ്തിരുന്നില്ല. സോ എൻ്റെ ഒരു ഗവേഷണം ചെന്ന് നിന്നതും ഇപ്പോൾ ചോദിച്ച പോലെ എൻ്റെ ഒരു ഗവേഷണം ചെന്ന് നിന്നത് ഈ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിക്കകത്ത് വായനാ മനുഷ്യൻ്റെ ഒരു കലാചരിത്രം നിർമ്മിക്കുക എന്നുള്ള, അത് നിർമ്മിച്ചെടുക്കേണ്ടതായിരുന്നു. അത് ആർട്ടിസ്റ്റിക് പ്രോസസ്സിൽ ആർക്കൈവൽ പ്രോസസ്സിൽ കൂടിയാണ് നിർമ്മിച്ചെടുത്തത്. അറ്റ് ദ എൻഡ് ഓഫ് ദ തീസിസ് മാത്രമല്ല, അത് കഴിഞ്ഞൊരു 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ ഈ തീസിസ് അല്ല പുസ്തകം, തീസിസേ അല്ല. തീസിസ് ഒരു ജേർണലിസ്റ്റിക് കാറ്റഗറിക്ക് അകത്ത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണേന്ന് മാത്രമാണ് ഞാൻ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എ വുമൺ ലുക്കർ എന്നുള്ള വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാഴ്ചക്കാരി, ഒരു സ്ത്രീ ആയിരുന്നുള്ള സ്പെക്ടേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് കുറേ ഫോട്ടോ റൊമാൻസുകൾ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ചിരി ഞാൻ ആവിഷ്കരിച്ചു ചിത്രമായിട്ട്, ഫോട്ടോ പെർഫോമൻസ് ആർട്ടായിട്ട്. അപ്പോൾ അത് എക്സിബിഷൻ നടത്തി. പിന്നെ ഈ വർക്കിൻ്റെ എല്ലാം കൂടി ഒരുമിച്ചൊരു ആർക്കൈവൽ എക്സിബിഷൻ തന്നെ. ടോട്ടൽ ഞാൻ എന്തൊക്കെ കളക്ട് ചെയ്തോ അതൊക്കെ ക്യൂറേറ്റ് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ബിനാലെ കാലത്ത് മറ്റേ ഒരു ഗാലറിയിൽ എക്സിബിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ. അതായത് ഇതൊരു പോളിഫണസ് ആണ് ഈ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഒരു എഴുത്തിലല്ല, വായനാ മനുഷ്യന്റെ കലാചരിത്രം എന്ന പുസ്തകത്തിൽ അവസാനിച്ച കാര്യമല്ല. ഈ പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൊള്ളാത്ത കാര്യങ്ങൾ ഒരു ആർട്ട് എക്സിബിഷനായി, അതിനകത്തും കൊള്ളാത്ത കാര്യങ്ങൾ നമ്മൾ വേറെ രീതിയിൽ പെർഫോം ചെയ്തു, നമ്മുടെ ആർട്ട് വർക്കായിട്ട് പെർഫോം ചെയ്തു. അതെവിടെയും എക്സിബിഷൻ ചെയ്യണമെന്നില്ലല്ലോ, അത് വേറെ ഒരു വർക്കായിട്ട് പെർഫോം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാണ്. രസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വായനാ മനുഷ്യന്റെ കലാചരിത്രം വായിച്ചിട്ട് അതിൽ നിന്ന് കലയെക്കുറിച്ചുള്ള എഴുത്തുകളെ കുറിച്ച് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അതും ഇതിൻ്റെ ഭാഗമാണ്.
കലയെക്കുറിച്ചുള്ള എഴുത്തിലൊന്നും തന്നെ ഈ കാഴ്ചയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അതായത് നമ്പൂതിരിയുടെയോ ASന്റെയോ കാഴ്ചയെക്കുറിച്ചല്ല നമ്മൾ എഴുതിയ കലാചരിത്രങ്ങളൊന്നും തന്നെ. പല കലാചരിത്രം KT രാമവർമ്മ എഴുതിയതാണെങ്കിലും ഡാനിയൽ എഴുതിയതാണെങ്കിലും KP പത്മനാഭൻ തമ്പി എഴുതിയതാണെങ്കിലും ഇവരൊന്നും എഴുത്തുകാരായിട്ട് ഉണ്ടെന്ന് തന്നെ പിന്നീടുള്ള തലമുറ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അഥവാ ഇവരെയൊക്കെ ഞാൻ കണ്ടെത്തുന്നതാണ്, ഇവരൊക്കെ കിട്ടിയതാണ്, മുത്തുപോലെ കിട്ടിയ ആൾക്കാരാണ് ഇവരൊക്കെ. SLRES ചിത്രകലാ വീക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. അത് ടെക്നിക്കൽ മാനുവലാണ്. പല കലാകാരന്മാർക്കും കേരളത്തിൽ കല എന്ന് വെച്ചാൽ വളരെ ടെക്നിക്കലായിട്ടൊരു കാര്യമാണ്. മീഡിയമിസ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു റെൻഡറിങ് ആണ് അവർ കലയായിട്ട് കണക്കാക്കുന്നത്. റെൻഡറിങ് ബോധപൂർവം മറന്നുപോയതാണോ? അതായത് നമ്മുടെ ഈ ഒരു സാംസ്കാരിക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ എങ്ങനെയാണ് ഈ മറവി സംഭവിച്ചത്? ഇവരെ എന്തുകൊണ്ടായിരിക്കാം പിന്നീട് ഇങ്ങനെ വീണ്ടെടുക്കപ്പെടേണ്ടി വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അത് കേസരി പറഞ്ഞ പോലെ കലാകാരന്മാർ തൊഴിലാളികളും എഴുത്തുകാർ യജമാനന്മാരുമായിട്ടുള്ള ഒരു സെനാരിയോ ആണെന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അക്കാലത്ത് തന്നെ. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ബംഗാളിലൊക്കെ ആണെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർട്ട് പിക്ചർ പ്രൊഡക്ഷൻ കൾച്ചറുണ്ട് അവിടെ. ബസാർ ആർട്ടിൻ്റെ കൾച്ചർ, കലണ്ടർ ആർട്ടിൻ്റെ കൾച്ചർ എല്ലാം ഉണ്ട്. പിന്നെ പലപ്പോഴും പ്രതിമകളുടെ നിർമ്മാണം, കാളി വർഷിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 20th സെഞ്ച്വറിയിൽ പലതരത്തിലുള്ള പ്രതിമാ നിർമ്മാണങ്ങളുണ്ട്. ശാന്തിനികേതൻ പോലെ ഉന്നതമായ കലയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ടാഗോറിൻ്റെ ഒരു വലിയൊരു ടാഗോർ ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ വിഷ്വൽ വെർബൽ രണ്ടായിരുന്നില്ല. അദ്ദേഹം അതും മിക്സ് ചെയ്തിട്ട് ജീവിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ മാത്രമല്ല, അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ പ്രൊഡക്ഷനാണ്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് സത്യജിത് റേ പോലുള്ള ആളുകൾ, സുകുമാർ റേ പോലുള്ള ആളുകൾ, ജതിൻ ദാസിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ ഇലസ്ട്രേറ്റർമാരായി പ്രവർത്തിച്ചത് സാഹിത്യത്തിന് അധിഷ്ഠിതമായിട്ട് മാത്രമല്ല. അവർ സിനിമയ്ക്ക് പല രീതിയിലുള്ള വർക്കുകൾ അവർ ചെയ്തു. അതിലെല്ലാം ഈ ആർട്ടിസ്റ്റുകൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചവരുമായിരുന്നു. അതേസമയം അവർ സിനിമയ്ക്ക് പോസ്റ്റർ എഴുതുന്നവരുമായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കുട്ടികൾക്കുള്ള ഇലസ്ട്രേഷൻ, കുട്ടികളുടെ ഇലസ്ട്രേഷനൊക്കെ എന്ത് രസം. മറ്റേ കേരളത്തിലെ കേരളത്തിലെ കുട്ടികൾ അക്കാര്യത്തിൽ നിർഭാഗ്യവന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു വിഷ്വൽ കൾച്ചറിൻ്റെ ഒരു പോപ്പുലിസ്റ്റ് മോഡേണിറ്റി കേരളത്തിൽ ലാക്കിംഗ് ആണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനെ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ കണക്ഷൻ ഇല്ല, അതുമായി അങ്ങനെ ഒരു വിഷ്വലുമായിട്ട് കണക്ഷൻ ഇല്ല. ആകെ ഇവിടെ ഉള്ളത് വളരെ പെർഫോമേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. തെയ്യം പോലെ, കഥകളി പോലെ, പപ്പറ്റ്രി പോലെ. പിന്നെ ഉള്ളത് പെർഫോമേറ്റീവ് പ്രാക്ടീസസിൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്വൽ കൾച്ചറാണുള്ളത്. അതായത് ഇപ്പോൾ പാലക്കാടുള്ള കന്യാർകളി അല്ലെങ്കിൽ അങ്ങനെയുള്ള വി ഹാവ് ഗ്രേറ്റ് വിഷ്വൽ ട്രഡീഷൻ. പക്ഷേ നമ്മുടെ ഗ്രേറ്റ് വിഷ്വൽ ട്രഡീഷനിൽ ഡ്രാമയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വരയുണ്ട്, പക്ഷെ അത് വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ദാബേലി പാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രോയിങ് സമ്പ്രദായമുണ്ട്, പാട്ടിനോട് ചേർത്ത് ഡ്രോയിങ് ചെയ്യുന്ന. അതൊക്കെ പക്ഷെ ചെറിയൊരു കോണ്ടെക്സ്റ്റാണ്. കളമെഴുത്ത് വലിയൊരു വിഷ്വൽ പ്രാക്ടീസാണ്. പക്ഷെ പ്രശ്നം ഇവിടെ എന്താണെന്നറിയോ? ഈ കളമെഴുത്ത് മോഡേണൈസ് ചെയ്തോ എന്നാണ് ചോദ്യം. തെയ്യം മോഡേണൈസ് ചെയ്തോ എന്നാണ് ചോദ്യം. പോട്ടെ, നമ്മുടെ നാട്ടിലെ എല്ലാ ഇപ്പോൾ ഓട്ടുപാത്രത്തിൽ നിർമ്മാണം, നമ്മുടെ നാട്ടിൽ ഗംഭീരമായിട്ടുള്ള കുടങ്ങൾ ഉണ്ടാക്കുന്ന കുംഭാര പ്രാക്ടീസസ് ഉണ്ട്, മൂശാരിമാരുടെ പ്രാക്ടീസസ് ഉണ്ട്. ഇതിനൊക്കെ മോഡേൺ 20th സെഞ്ച്വറിയിൽ ഇതിനൊക്കെ ലൈഫുണ്ട്. പക്ഷേ 20th സെഞ്ച്വറിയിൽ ഇതിൻ്റെ ലൈഫ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മോഡേണൈസ് ചെയ്യുന്ന അനുഭവം ഈ ഫോക്ക് റിച്വലിസ്റ്റിക് പ്രാക്ടീസുകൾക്ക് കേരളത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് ബംഗാളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇലസ്ട്രേഷൻ ബംഗാളിൽ മനസ്സിലാക്കിയ പോലെയല്ല കേരളത്തിൽ. അതേസമയം കേരളത്തിൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ അത് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കും. അത് ഈ പറഞ്ഞ പ്രശ്നം ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷണൽ പാരമ്പര്യത്തിലാണ് അച്ചടി വ്യവസായം നിൽക്കുന്നത്. ഈ അച്ചടി വന്നപ്പോൾ അതൊരു പവർ ഇൻഡസ്ട്രിയാണ്. അതേസമയം
കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് മറ്റേ സണ്ണി കപ്പിക്കാടൊക്കെ പറയുമ്പോൾ ജനതയും ജനാധിപത്യത്തിൽ പറയുന്നില്ലേ, ആളുകൾക്ക് കൂലിയായിട്ട് പണം കിട്ടാൻ തുടങ്ങി, അവർ ചാല മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ഒരു മോഡേണൈസിങ് അനുഭവം. ഈ അനുഭവത്തോടു കൂടി ഇവിടുത്തെ ദളിത് കീഴാള മനുഷ്യർ വളരെ ജാതിയിൽ നിന്ന് കൂലിപ്പണിക്ക് വന്നിട്ട് ആ കൂലിപ്പണി ചെയ്യുന്ന മനുഷ്യരുടെ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു ചെറുത്തുനിൽപ്പുണ്ട്. ഈ ചെറുത്തുനിൽപ്പിലാണ് കേരളത്തിൻ്റെ ഇന്നോളം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം ആ ശരീരം കൊണ്ട് റെസിസ്റ്റ് ചെയ്ത മനുഷ്യരാണ്. അവരെവിടെയും അവരുടെ ടേംസിൽ പിന്നീട് റെപ്രസെൻറ്റഡ് അല്ല. നമുക്കറിയാലോ അത്. ഇതിൻ്റെ ഒരു കാരണം ആ മനുഷ്യരുടെ കയ്യിലാണ് വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. വിഷ്വൽ പ്രാക്ടീസസ് ഒക്കെ അവരുടെ കയ്യിലാണ്. ആൻസിസ്റ്റർ വർഷിപ്പ്, അമ്മദേവത ആരാധനകൾ, കളമെഴുത്ത്, മലവാഴിയാട്ടം, ഇങ്ങനെ 100,000 സാധനങ്ങളുണ്ട്. അവരായിരുന്നു വിഷ്വൽ കൾച്ചറിൻ്റെ വലിയ എന്താ പറയുക, അതിൻ്റെ സൂക്ഷിപ്പുകാർ. ഈ സൂക്ഷിപ്പുകാരെ അന്യന്മാരായിട്ട് കണ്ടിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള അച്ചടി മാധ്യമങ്ങളുടെ ഒരു കൾച്ചർ. അതിന് കാരണം എന്താ വെച്ചാൽ ഫോട്ടോഗ്രാഫിക്ക് ഇവരെയൊക്കെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ഉന്നത ജാതി മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ഇവരാരാണ്? എക്സോട്ടിക് കാഴ്ചകളാണ്. അപ്പോൾ കൗതുകമായിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫിയൊക്കെ വരികയാണ്. ഈ ഒറ്റ ക്യാമറ ഈ സബാൾട്ടൻ മനുഷ്യർക്ക് ആക്സസ് കിട്ടായിട്ടില്ല. പക്ഷെ ക്യാമറ ആക്സസ് ചെയ്തവന് ഈ മനുഷ്യരെ കാണുമ്പോൾ കാഴ്ച, അവരുടെ നോട്ടത്തിൽ ഇവരാരാണ്? എക്സോട്ടിക് അതേഴ്സ് ആണ്. അതോടുകൂടി ഒരു റെപ്രസെൻറ്റേഷണൽ കൾച്ചർ വന്നു. ശരീരം ആബ്സെൻ്റായി. ഈ മുൻപ് നമ്മൾ തള്ളിക്കളഞ്ഞ നാരായണഗുരു പോലും തള്ളിക്കളയാൻ പറഞ്ഞ പ്രാക്ടീസാണ് ഈ എന്താണ് വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറഞ്ഞ പ്രാക്ടീസസിൽ ധാരാളം നാടകത്തിൻ്റെയും എന്താ പറയുക വിഷ്വൽസിൻ്റെയും ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത മനുഷ്യർ അങ്ങനെ കേരളത്തിൽ താഴെ പോയി. ഇവര് പുതുതായി അപ്പം മോഡേണിറ്റിയും ഈ സബാൾട്ടേൺ എക്സിസ്റ്റൻസും അവരുടെ നോളജും, കാടിനെ എങ്ങനെയാണ് അറിഞ്ഞത് അവരെങ്ങനെയാണ് ഒരു കൊശവനൊരു കുട ഉണ്ടാക്കിയാൽ കുട ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി, അയാൾ ഈ കുട എങ്ങനെ പോകുന്നു എന്ന് അറിയണ്ട എന്നാണ് അരിസ്റ്റോട്ടിൽ മുതൽ ആൾക്കാർ പറഞ്ഞു വെച്ചത്. പോയസിസും പ്രാക്സിസും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ കലാകാരന്മാർ കല ചെയ്താൽ മതി, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കല ചെയ്താൽ മതി. കല എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കലാകാരൻ നോക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ആര് നോക്കും? മനസ്സിലായല്ലോ. ആര് നോക്കുമെന്ന് ചോദിച്ചാൽ ആരും നോക്കാൻ ഉണ്ടാകാത്തൊരു സ്ഥലത്ത് കലയുടെ ചരിത്രവും ഉണ്ടാവില്ലല്ലോ, കാഴ്ചയ്ക്കും നോട്ടത്തിനും ഒന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ശരീരബദ്ധമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്ന ആധുനികത, യഥാർത്ഥത്തിൽ സബാൾട്ടൻ കീഴാള വേരുകളുള്ള ആധുനികത നമ്മളുടെ ജീവിതത്തിൽ, നമ്മളൊക്കെ അനുഭവിച്ച ജീവിതത്തിൽ പ്രിന്റ് പിക്ചർ മോഡേണിറ്റിയിൽ അത് നഷ്ടപ്പെട്ടു. അതിനൊരു പ്രസൻസ് ഇല്ലാതെ പോയി. പകരം അത് ഒബ്ജക്റ്റിഫൈ ചെയ്ത് ധാരാളം വിഷ്വൽസ് ആയിട്ട് മാറി, പിക്ചേഴ്സ് ആയിട്ട് മാറി, മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മുടെ റെസിസ്റ്റൻസുകളെല്ലാം മാറി. ഇന്ന് നമ്മൾ അതിൻ്റെ അങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. റെസിസ്റ്റൻസ് സാധ്യമല്ലാത്തിടത്തോളം ഈ മീഡിയേഷൻ, അച്ചടി മാധ്യമങ്ങളുടെ മീഡിയേഷൻ, സോഷ്യൽ മീഡിയ മീഡിയേഷൻ, ഫോട്ടോഗ്രാഫി ഉണ്ടാക്കി വെച്ചത് വലിയൊരു തുറവിയാണെങ്കിലും ഫോട്ടോഗ്രാഫിയിലൂടെ നമ്മൾ പലതരം വിശ്വസിക്കാൻ പറ്റാത്ത ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര വിശ്വാസ്യതയുണ്ട്. ഫോട്ടോഗ്രാഫി നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് ചെയ്താലും അത് ആത്യന്തികമായിട്ട് അത് ഫോട്ടോഗ്രാഫി നമുക്ക് തരുന്ന ഓർമ്മ, കളവ് പറയാത്ത ഒരു ഒബ്ജക്റ്റിവിറ്റിയുടെ ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽ കൾച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് ജീവിക്കുന്ന ആ വിഷ്വൽ കൾച്ചറിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കലാചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ, ആധുനികമായ സമൂഹത്തിൽ നമ്മൾക്ക് ഉള്ള വിഷ്വൽ ട്രഡീഷനെ ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചിന്ത നമുക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ കാഴ്ചയുടെ ചരിത്രകാരന്മാരായില്ല. കാഴ്ചയുടെ പ്രാക്ടീസ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കോമൺ സെൻസ് മാത്രമായിരുന്നു. ഒരാൾക്ക് ഒരാളെ കാണാൻ അധികാരം, ഇപ്പം എനിക്ക് മറ്റേ ശിവദത്തിനെ കാണാം എന്നുള്ളത് എനിക്ക് നിങ്ങൾ തരുന്നൊരു അധികാരമാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന അധികാരമാണ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ ഈ പ്രസൻസ് തന്നെ എൻ്റെ ഒരു അർത്ഥമാണ്.
അതെങ്ങനെ മനസ്സിലാവുന്നത് നമുക്ക് ജാതിയിൽ നോക്കി അറിയാൻ പറ്റും. അതായത് ജാതി വ്യവസ്ഥയ്ക്കകത്ത് എന്തുകൊണ്ടാണ് ആളുകളെ കാണാതാക്കിയത്, എൻ്റെ കണ്ണിൻ്റെ നേർദൃഷ്ടിക്ക് വരാൻ പാടില്ല, ഇത്ര അകലം വേണം എന്നൊക്കെ എന്തുകൊണ്ടാണ് വന്നത്? അതൊരു അധികാരമായതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ബ്രാഹ്മണിക് വ്യവസ്ഥയ്ക്ക് ഇത് നന്നായി അറിയാം, അവർക്ക് നന്നായി അറിയാം കാഴ്ചയുടെ പൊളിറ്റിക്സ് എന്താന്ന്. പക്ഷേ നമുക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കാഴ്ചയുടെ പൊളിറ്റിക്സ് ഇതുപോലെ അദൃശ്യരാക്കി വെക്കുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആധുനികതയുടെ ഭാഗമായി വിസിബിൾ ആവാൻ പറ്റി. സ്ത്രീകൾ ധാരാളം വിസിബിളായി, സാധാരണക്കാർ അതായത് ആദിവാസ സമൂഹം ധാരാളം വിസിബിളായി ഫോർ വാട്ട് എവർ നാരറ്റീവ്. പക്ഷെ ഉണ്ടാക്കിയ നാരറ്റീവിനെ നമുക്ക് തിരിച്ചിടാൻ പറ്റുമല്ലോ. അവിടെയാണ് ഞാനിതിൽ പോസിറ്റീവായിട്ട് കാണുന്നൊരു കാര്യം. അതായത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ അവഗണിച്ചിട്ട മനുഷ്യരെ ഒക്കെ ധാരാളമായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ വിഷ്വൽ ഹിസ്റ്ററീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ടുവന്ന അതിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷ്വലിനെ നമുക്ക് അതിന് മേൽ പുതിയ നാരറ്റീവ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇന്ന് പുതിയ ബിനാലയിലും കണ്ടംപററി ആർട്ടിലും ഒക്കെ ജോലി ചെയ്യുന്ന, അതിലൊക്കെ ധാരാളമായി വർക്ക് ചെയ്യുന്ന യങ് ആർട്ടിസ്റ്റുകൾ, എസ്പെഷ്യലി ഫ്രം ദ സബാൾട്ടൺ ഓറിയൻറ്റേഷൻസ്, സ്ത്രീകൾ, ഇവർക്കൊക്കെ ആ ബോധം അല്ലെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്ന വലിയ ചാൻസ് ഇതാണ്. നാരറ്റീവ് മാറ്റിയിട്ടേക്കാം, കാഴ്ച മാറി, നോട്ടം പൊരുളാണ്, ഈ പൊരുൾ മാറ്റിയാൽ നോട്ടം മാറി. അപ്പം അത് ഇപ്പം എൻ പുഷ്പമാലയുണ്ട്, പുഷ്പമാലയുടെ നേറ്റീവ് വിമൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫുകളുണ്ട്. അത് കോളനൈസർ നമ്മളെ കണ്ട് അവരെടുത്ത ഫോട്ടോഗ്രാഫുകൾ, കൊളോണിയൽ ഫോട്ടോഗ്രാഫി, അതിനെ മറിച്ചിടുകയാണ് ചെയ്യണേ ഇവർ അതിനകത്ത് ആ ഫോട്ടോഗ്രാഫിനെ അതേപോലെ പെർഫോം ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ ഒരു ഇന്ത്യൻ സബ്ജക്റ്റ്, വുമൺ ഹെർസെൽഫ്, അവർ തന്നെ നിങ്ങളുടെ കാഴ്ചയെ ഞങ്ങളുടെ മേലണിയുമ്പോൾ ഇറ്റ് ഈസ് നോ മോർ വാട്ട് യു ഹാവ് സീൻ അസ്. ഞങ്ങളെ കണ്ട നിങ്ങളുണ്ടാക്കിയ ഒറിജിനൽ റെപ്രസെൻറ്റേഷൻ പൊളിഞ്ഞുപോയി. പിന്നെ കാണുന്ന എൻ്റെ ഫോട്ടോ ഞാൻ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഓ ഇത് അവരല്ലേ, ഇത് മിമിക്രി അല്ലേ, ഇതൊരു കളിയല്ലേ, ഇതൊരു പരിഹാസമില്ലേ. യെസ്, അപ്പം പരിഹാസത്തിൻ്റെ ഒരു തലം അതിൽ കൊണ്ടുവരാം. അതൊരു മിഡിൽ ക്ലാസ് സ്ത്രീകളുടെ പ്രോജക്റ്റ് ആയിരുന്നു എന്നും ഞാൻ പറയും. ഇപ്പം ഞാൻ തന്നെ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ സീരീസ് ചെയ്തതും എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ചിരികളായിരുന്നു. അത് ഒരു മിഡിൽ ക്ലാസ് വുമൺ ആണ് ചിന്തിക്കുന്നത് മുഴുവൻ മിക്സി TV VCR എന്ന് പറഞ്ഞിട്ടാണ് എന്നൊരു കാലഘട്ടം പറയുമ്പോൾ, അല്ലല്ല ഞങ്ങൾ ഇൻ്റലക്ച്വലി ഞങ്ങൾക്ക് വേറെ ആവശ്യങ്ങളാണുള്ളത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ മുഖം അത് അവിടെ പകർത്തി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ആ വട്ടങ്ങളിലൊക്കെ ആ ഡിസൈൻ ചെയ്ത, പണ്ട് ഏതോ ഒരാൾ അഡ്വർടൈസ്മെന്റ് പാവം ഡിസൈൻ ചെയ്തതാ, ആ വട്ടത്തിലൊക്കെ മാനിനെ, പശുവിനെ, സിംഹത്തിനെ, ടൈഗറിനെ ഒക്കെ വെച്ചു. കാരണം എനിക്ക് ഏറ്റവും നിഷേധിക്കപ്പെടുന്നത് എൻ്റെ ഉള്ളിലെ ജന്തു സഹജ സ്വഭാവങ്ങളെയാണ്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്. അപ്പൊ എൻ്റെ നാരറ്റീവ് അങ്ങനെയാക്കി മാറ്റി. സോ വിഷ്വലിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന്, അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഈ കൾച്ചർ സ്റ്റഡീസ് നമുക്ക് തരുന്നത്. അതിനുള്ള ഇൻസൈറ്റ്സ്, സ്വാതന്ത്ര്യമല്ല, അതിനുള്ള ഇൻസൈറ്റ്സ് ആണ് കൾച്ചർ സ്റ്റഡീസിൽ കൂടെ നമ്മൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, വളരെ ഈ സബാൾട്ടൺ കോൺഷ്യസ്നെസ്സിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദേ സ്പീക്ക് വിത്ത് ദിയർ ബോഡി. അപ്പം എനിക്ക് എൻ്റെ ബോഡിയെ കുറിച്ചുള്ള പല തിരിച്ചറിവുകളും എനിക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. കാരണം ഞാൻ അത്രമാത്രം ബോഡിയെ ഒതുക്കി വെച്ചിട്ട് ശീലിച്ചതാണ്. ഒരു മിഡിൽ ക്ലാസ് ബോഡിയാണിത്. പക്ഷേ പണിയെടുത്ത് ശീലമുള്ള, കൈകൊണ്ടുള്ള ശീലങ്ങൾ, ഇപ്പം കൈകൊണ്ടുള്ള ശീലമുള്ള ഒരു എൻ്റെ പെയിൻറ്റിങ് എൻ്റെ ഉള്ളിൽ എൻ്റെ കൈയിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, എൻ്റെ ബോഡിയിൽ എൻ്റെ പെയിൻറ്റിങ് ഉള്ളത് കൊണ്ടാണ്, എൻ്റെ ആർട്ട് പ്രൊഡ്യൂസിങ് ശീലം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കാഴ്ചയുടെ അപരത്വം മനസ്സിലായത്. അതാണ് അതായത് കലാകാരനാവുക എന്നുള്ള അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കലാചരിത്രം ഉള്ളിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണ്. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ വളരെ കുട്ടിയിലെ ചെറുപ്പത്തിലേ വരച്ചു തുടങ്ങിയതല്ലേ? ഞാനിപ്പോഴും വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ വരയും ചരിത്രമെഴുത്തും ഒക്കെ, ചരിത്രമെഴുത്തും വരയെ പോലെ തന്നെ, കലയെ പോലെ തന്നെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കലയെ പോലെ തന്നെ ഇതും പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. രണ്ടും ക്രിയേറ്റീവ് ആവുകയാണ്. അപ്പം ഈ ക്രിയേറ്റിവിറ്റിക്കുള്ളിലാണ് ഇന്ന് പുതിയ ആലോചനകൾ വരുന്നത്. വി വിനു പോലെയുള്ള ആർട്ടിസ്റ്റുകൾ. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ആർട്ട് ഹിസ്റ്ററി പുതിയതായിട്ടൊരു കോഴ്സ് 2019 സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഈ കോളേജിൽ.
അത് 75 തിരുവനന്തപുരം കോളേജിൽ ആണ് ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് കേരളത്തിൽ ബിരുദ തലത്തിൽ ഉണ്ടാവുന്നത്. ഈ കോളേജുകൾക്കൊക്കെ ഒരു കൊളോണിയൽ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇപ്പം ഈ കോളേജ് സത്യത്തിൽ ഒരു ട്രേഡ് സ്കൂളായിട്ടാണ് തുടങ്ങി, ഓക്യുപ്പേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായി, പിന്നെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സായി, ഫൈൻ ആർട്ടായി. പക്ഷെ അവസാനം ഇതൊരു ബിരുദമായി, ഫൈൻ ആർട്ട് ബിരുദം കൊടുക്കുന്ന സ്ഥലമാക്കുക എന്നുള്ളത് ഫിലോസഫിയെ മുൻനിർത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് വെറും ഒരു ടെക്നിക്കൽ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമല്ല, ഇതൊരു തിങ്കറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഫൈൻ ആർട്ട് കോളേജ് എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിനകത്ത് പെയിൻറ്റിങ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട്, പരസ്യകല എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെ മൂന്ന് സെക്ഷൻസ് കൊണ്ടുവരും. അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉന്നം ജോലിക്ക് സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്നതാണ്. അതുകൊണ്ട് അപ്ലൈഡ് ആർട്ട് എന്നാണ് ഇപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പേരായിട്ട് ഡീറ്റെയിൽ കിടക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് കീഴിലാണ് നമ്മളുള്ളത്. പക്ഷേ ഇത് പെയിന്റിങ്, സ്കൾപ്ചറൊക്കെ ഉണ്ട് ഇതിനകത്ത്. തമാശ എന്ന് വെച്ചാൽ ഈ 3 വിഷയത്തിൽ മാത്രമേ ഡിഗ്രി കൊടുത്തിരുന്നുള്ളൂ. കലാചരിത്രത്തിൽ ഡിഗ്രി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇവിടെ അതുണ്ടാക്കിയ ആളുകൾക്ക് അന്ന് ഉണ്ടായില്ല. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിലെ മേജർ, ഞാൻ പഠിക്കാൻ പോയത് ബറോഡയിലാണ്. ബറോഡയിൽ ഇതിന്റെ തുടക്കകാലം മുതലേ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആർട്ട് ഹിസ്റ്ററിക്കും ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന് സ്ഥലവും ഉണ്ടായിരുന്നു. ടാഗോറിന്റെ ശാന്തിനികേതനത്തിൽ ഇഷ്ടം പോലെ സ്ഥലം ആർട്ട് ഹിസ്റ്ററിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കലാചരിത്ര വിദ്യാഭ്യാസത്തെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി മാർജിനലൈസ് ചെയ്തു. അപ്പോൾ 2019 ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് ഇതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് കലാചരിത്രം നിർമ്മിച്ചു തുടങ്ങിയപ്പോഴാണ് കഥ മനസ്സിലാവുന്നത്, ഇത് ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പയറ്റിപ്പഴപ്പാണ് കേട്ടോ, അതൊരു ഭാഗത്ത് നടക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ വിഷയം ഭയങ്കര രസകരമായ, എന്താ പറയുക, തുടിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പുതിയൊരു തലമുറ ഇതിലേക്ക് വന്നേ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ കോഴ്സിൽ ആദ്യത്തെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ധന്യമോൾ PC എന്നാണ് അവളുടെ പേര്. അവൾ കറുത്ത കത്രീന എന്നാണ് അവളെ സ്വയം വിളിക്കുന്നത്. അവളുടെ അവളുടെ എന്താ പറയുക, ഒരു തൂലികാനാമം എന്ന് പറയുന്ന സംഗതി. അപ്പം കറുത്ത കത്രീനയുടെ വർക്കിൽ കൂടെയാണ് എനിക്ക് അവളുടെ അന്വേഷണം മുഴുവൻ എന്ന് വെച്ചാൽ ഒരു സബാൾട്ടൺ പെർസ്പെക്റ്റീവിൽ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഹിസ്റ്ററി, പൊയ്കയിൽ അപ്പച്ചൻ്റെ ഒക്കെ അല്ലെങ്കിൽ C അയ്യപ്പൻ്റെ കഥയിലൂടെ ഒക്കെയാണ് ഒരു കലാചരിത്രം നിർമ്മിക്കാം എന്ന് അവള് തെളിയിച്ച് കാണിച്ചു തന്നു. സോ ധന്യ അല്ലെങ്കിൽ കറുത്ത കത്രീന എന്ന് പറയുന്നത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പെർസ്പെക്റ്റീവ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നിട്ടുള്ള ഒരാളാണ്, ആർട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് കലാവിദ്യാഭ്യാസത്തിനുള്ള ഈ പ്രശ്നം. അത് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര എൻകോഡഡ് ആണ്, എന്ത് രീതിയിൽ പവർ എൻകോഡഡ് ആണ്, അതെങ്ങനെയാണ് ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു ലേണർ പ്രൊഫൈലിനോട് എത്ര സെൻസിറ്റീവാണ്. ഒട്ടുമല്ല. സത്യത്തിൽ ഓരോ വിദ്യാർത്ഥിയും ഓരോ ലേണർ പ്രൊഫൈലാണ്. ആ വരുന്ന ആൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ കോളേജിൽ വരുന്നവരൊക്കെ പഠിക്കാൻ മണ്ടന്മാരാണെന്നാണ് പണ്ട് പറയാറ്. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിൽ 100ൽ 50 മാർക്ക് 50 പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇവിടെ വരിക. അപ്പൊ അവർക്ക് പലപ്പോഴും എഴുതാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പലപ്പോഴും ഒരു അവർക്ക് പെർഫോം ചെയ്യാനും പ്രവർത്തിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾ അവിടെയൊക്കെ പഠിക്കാത്ത കുട്ടികളെ പോവാന്ന് പറയാറുള്ള ഒരു സ്ഥലമാണിത്. അപ്പം അത് ഒരു വെറും ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പഠനം എന്തെന്ന് മനസ്സിലായിട്ടില്ല. നമ്മുടെ മുഖ്യധാര വിദ്യാഭ്യാസത്തിന് പഠനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിൽ നിന്നാണ് ഈ കോമൺ സെൻസ് വന്നത്. അതായത് പഠനം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് കോഗ്നിറ്റീവ് കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് ശരീരം കൊണ്ട് പഠിക്കുന്നവരുണ്ട്, കാഴ്ച കൊണ്ട് കൂടുതൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാഴ്ചയാണ് പലർക്കും അതുള്ള ഒരാൾക്ക് ചിലപ്പോൾ വേറൊരു ഓഡിറ്ററി സെൻസിബിലിറ്റീസ് അത്രയൊന്നും അവർക്കത് സെൻസിറ്റീവ് ആവണമെന്നില്ല. ചിലർ ഭയങ്കര ശ്രദ്ധാലുക്കളാണ്, സൗണ്ടിലായിരിക്കും പലരുടെയും ക്രിയേറ്റിവിറ്റി. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ലെയേഴ്സ് മനസ്സിലാക്കി, ഈ ലെയർ പലരിലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ്. ഇപ്പം എൻ്റെ ഉള്ളിൽ ഇത് 2 സാധനം കിടന്ന് കളിക്കുന്നുണ്ട്. ഇതിനെ പലപ്പോഴും പറയാറില്ല എന്താ വെച്ചാൽ, എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യും പോലെ തന്നെ വിഷ്വലിൻ്റെ ചിന്തയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തിനാണ് ഇത് ചെയ്യണേന്ന് നോക്കുക. മനസ്സിലായോ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിത് എന്തിനാണ് ചെയ്യണേ എന്നൊരു ചോദ്യം. ഈ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഈ എല്ലാ ചെയ്യുന്ന ആളും ചെയ്യുന്നുണ്ട്, എല്ലാ ചെയ്ത്തിലും അതുണ്ട് ആർട്ടിസ്റ്റിക് ആയിട്ട്. പക്ഷെ പ്രശ്നം എന്താ, നമ്മൾ അതിനെ സെപ്പറേറ്റ് എടുത്ത് വാക്കാൽ എഴുതില്ല, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ വാക്കായിട്ട് നമ്മൾ കാണുന്ന സാധനം പ്രധാന കാര്യത്തിൽ നിന്നും വിടർത്തി കാണുന്നത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ
നമ്മുടെ കുട്ടികൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആർട്ട് ഹിസ്റ്ററി ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഒരു കാഴ്ചക്കാരൻ്റെ ഒക്കെ പരിണാമം സംഭവിച്ചിരിക്കുന്ന എന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ല രസമുള്ള ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചക്കാരൻ്റെ പരിണാമം ഒരു കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ റോഡില്ലാതിരുന്ന വഴിയിൽ റോഡ് ഉണ്ടാവുക, ഒരു പാലം ഇല്ലാതിരുന്ന സമയത്ത് പാലം വരിക, ഇങ്ങനെ അത്ഭുതങ്ങളാണ് ഓരോന്നും. ഓരോ എക്സിസ്റ്റൻസ്, ഓരോ മോഡേണിറ്റിയുടെ ഓരോ അനുഭവങ്ങളും കാഴ്ചയുടെ കൂടി മാന്ത്രികതയായിരുന്നു അയാൾക്ക്. ഈ മാന്ത്രികതയ്ക്ക് കൃത്യമായ ഒരു പാരലായിട്ട് ഒരു സംഗതിയായിരുന്നു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ജേർണലിസം. അപ്പോൾ ഫോട്ടോ ജേർണലിസം ശരിക്ക് ഫോട്ടോ ജേർണലിസത്തിലൂടെ കാഴ്ചയെ ഒരു സ്പെക്ടറായിട്ട് കാണാൻ പഠിച്ച ആളാണ് നമ്മൾ. അത് മിക്കവാറും എല്ലാ കൊളോണിയൽ സബ്ജക്ട്സും അങ്ങനെ തന്നെ. പക്ഷേ 50കളിൽ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ തന്നെ നമ്മുടെ കാഴ്ചയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പത്രമാധ്യമങ്ങൾ കുറെ കൂടി ഞങ്ങളുടെ കൾച്ചർ ഞങ്ങൾ ഉണ്ടാക്കും. മലയാളി ഐക്യകേരളം മൂവ്മെൻറ്റ് അതോടുകൂടി എന്ന് വെച്ചാൽ നാരറ്റീവ്സ് വളരെ സ്ട്രോങ് ആയി. അപ്പോൾ വിഷ്വൽസിനെ നാരറ്റീവുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്രമായ പ്രാക്ടീസിലേക്ക് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ കടന്നു. അതോടുകൂടി നമ്മുടെ കവർ ചിത്രങ്ങൾ മാറി, നമ്മുടെ പരസ്യങ്ങൾ മാറി. നമ്മൾ ഈ കവർ ചിത്രങ്ങളിൽ തന്നെ ഒരു സ്ത്രീ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പം മുടിയിൽ മുല്ലപ്പൂവുണ്ട്, പുളിയിലക്കര നേരിയതാണ് ഉടുത്തിരിക്കുന്നത്, പട്ടു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഈ ജമ്പർ ഇടുക, പട്ടു ബ്ലൗസ് ഇടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു കാലത്ത് സമരമായിരുന്നു. പിന്നീട് അതൊരു ജാതി അഭിമാനവും പ്രൗഢിയുമായി. അപ്പോൾ പോലും മേൽമുണ്ടിടാത്ത, മേൽവസ്ത്രമേ ധരിക്കാത്ത അപ്പർ കാസ്റ്റ് സ്ത്രീകൾ ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് 1950-60കളിലൊക്കെ. ഗണപതി മാഷ് എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു ഡ്രോയിങ് മാഷായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന അങ്ങേരുടെ വീട്ടിലെ അമ്മയുടെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർട്രേറ്റ് നൂഡാണ്. അപ്പോൾ ഒരു നൂഡ് പോർട്രേറ്റ് ഇന്ന് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ അത് അവരെങ്ങനെയപ്പോൾ അത് കാണാമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അമ്മയെ ആ ഫോമിൽ കാണാനായിട്ട് അവരുടെ പിൻതലമുറക്കായ മക്കൾ താല്പര്യപ്പെടുമോയെന്ന് എനിക്കറിയില്ല ഇപ്പം. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിൻ്റെ അന്ന് വരച്ചപ്പോൾ സ്വാഭാവികമായിരുന്നു, ഇന്നത് കാഴ്ച മാറുകയാണ്. ഇതേമാതിരി ഒരു അനുഭവം വേറെ ഉണ്ട്. അതായത് 1953 ഒരു ആദിവാസി പെൺകുട്ടി തലയിൽ കല്ല് ചുമന്ന് നിൽക്കുന്ന ഒരു സീൻ, ഒരു ഫോട്ടോ. അവൾ ചിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറെ നോക്കിയിട്ട്. ആ കവർ ചിത്രം 1952 മേൽക്കുപ്പായില്ല, ഒരു മുണ്ടാണുള്ളത്. അത് 50കളിൽ അത് കവർ ചിത്രമായെങ്കിൽ 90കളിൽ സലീന പ്രക്കാനം ഭൂമി സമരം നടത്തിയ സമയം, CK ജാനു മുത്തങ്ങയിൽ വെടിവെപ്പിൽ എതിർത്ത് നിന്ന സമയം, ഈ സമയത്തൊക്കെ ഈ മനുഷ്യർ ആദിവാസികൾ ഭൂമിയെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സന്ദർഭത്തിൽ ഒരു ആദിവാസിയെ എങ്ങനെ മേൽക്കുപ്പായില്ലാതെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ കവർ ചിത്രമായിട്ട്? ഒരിക്കലും പറ്റില്ല. അപ്പം ഈ കാഴ്ചയെല്ലാം ആരുടെ കൗതുകനോട്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അതുകൊണ്ടാണ് ഞാൻ വയനാമനുഷ്യൻ്റെ കലാചരിത്രത്തിൽ ഉയർത്തിയത്. ഇത് ആരുടെ കൗതുകനോട്ടായിരുന്നു? സോ നമ്മൾ എന്ത് ചിത്രം കാഴ്ചയെ തന്നെ നമ്മൾ നരറ്റീവൈസ് ചെയ്ത് പിന്നീട് ടെലിവൈസ് ചെയ്ത് ജീവിക്കുകയാണ്. ഇന്ന് നമ്മൾ ടെലിവൈസ് ചെയ്യുന്നു, ഒരു കാലത്ത് നരറ്റീവൈസ് ചെയ്തു. സോ നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ വായന മരിക്കണു എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വായന തന്ന ഈ നാരറ്റീവ് ചെയ്യുന്ന വിഷ്വൽ നാരറ്റീവ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസസിനെ തന്നെയാണ് നമ്മൾ ടെലിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെലിവൈസ് ചെയ്യുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു അപകടം ഇവിടെ വേറെ കിടക്കണമെന്ന് വെച്ചാൽ നിരക്ഷരത ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. നിരക്ഷരത എന്ന് ഞാൻ പറയുന്നത് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. സാക്ഷരതയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില ബലതന്ത്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സാക്ഷരത സത്യമാണ് പറയാൻ ശ്രമിച്ചത്, അതായത് കണ്ട കാഴ്ചയാണ് സാക്ഷരത കാണിക്കാൻ ശ്രമിച്ചത് ഫോട്ടോ ജേർണലിസം വഴി. പക്ഷേ ടെലിവിഷൻ ജേർണലിസം വഴി നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ടെലിവിഷൻ ജേർണലിസം ഏറ്റവും ശക്തമാകുന്നത് ഫേക്ക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫേക്ക് എന്ന് പറയുന്നതിൽ നിരക്ഷരതയാണ് വരുന്നത്. സാക്ഷരത പോലെ ക്ലാരിറ്റി നമുക്കിപ്പോൾ ഇല്ല. ട്രൂത്തിൻ്റെ ആൾക്കാരായിട്ട് ഇവർക്ക് ധാർമ്മികമായിട്ടൊരു അവകാശം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ നമ്മൾ കണ്ടിട്ട് അത് വിശ്വസിക്കുന്നുണ്ടോ?
നമ്മൾ വിഷ്വൽ മീഡിയ, നമ്മുടെ വിഷ്വൽ നാരറ്റീവ്സ് ഇഷ്ടംപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് മറ്റേ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ടോ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊരു 100,000 ഇപ്പം തന്നെ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തെ പറ്റിയുള്ള സത്യമായ കാര്യം അറിയണമെന്നുണ്ട്, പറ്റുന്നില്ല. നമ്മൾ മൾട്ടിപ്പിൾ നോക്കുകയാണ്. അപ്പോഴും ഒരു നിരക്ഷര കുക്ഷിയെ പോലെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം എല്ലാവരും പല ഭാഗത്തു നിന്നുള്ള മേക്കപ്പുകളാണ്, ബിൽഡപ്പുകളാണ് നമുക്ക് കിട്ടുന്നത്. ശരി, അപ്പം നിങ്ങൾ പറയും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ, കാരണം ഇത് കൂടുതൽ ഡെമോക്രസിയാന്ന് പറയും. അല്ല, ഇത് വിഷ്വൽ ഉപയോഗിച്ച് നരറ്റീവൈസ് ചെയ്യുന്നതിൻ്റെ ടെലിവൈസ് ചെയ്യുന്ന ഒരു കാലം നമുക്ക് നൽകുന്നത് ഒരു സത്യാനന്തര കാലാണ്. സത്യമില്ലായ്മയുടെ കാലം എന്ന് ഞാൻ പറയും. സത്യാനന്തരം എന്ന് പറയുമ്പോൾ പിന്നെ അനന്തരം എന്താന്നുള്ളതാണ്. ആ അനന്തരത്തിൽ വരുന്നത് നമ്മൾ വീണ്ടും ആ പഴയ പ്രതിരോധത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് പോവാണ്. ശരീരം അനക്കി പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലേക്ക്, ആ സന്ദർഭം മാത്രം ഒരു പ്രൊട്ടസ്റ്റ് ഭാഷയാവുന്ന ഒരു കാലത്തിലേക്ക് മാറുകയാണ്. രണ്ടാമത്, ഈ വിഷ്വലൈസ്, ഈ ഇമേജുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇമേജിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ എക്സസൈസ് ആയി മാറിക്കൊണ്ടിരിക്കുക നമ്മളെപ്പോലെ ആർട്ടിസ്റ്റുകൾക്ക്. ഇപ്പം നമ്മളൊരു വിഷ്വൽ എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കും, പക്ഷേ അതുണ്ടാക്കുന്ന കഥ എത്ര പേരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നമ്മളിപ്പോൾ കോൺഷ്യസ് ആണ്. മനസ്സിലായോ? അതായത് വിഷ്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ല, മറിച്ച് അത് ടെക്സ്ച്വലൈസ്ഡ് ആയിട്ടുള്ള അനന്തമായ ടെക്സ്ച്വലൈസ്ഡ് ഫീൽഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന വളരെ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ ടോം വട്ടക്കുഴിയുടെ പെയിൻറ്റിങ്. ടോം വട്ടക്കുഴിയുടെ മൃദ്വങ്കിയുടെ ദുർമൃത്യു എന്ന് പറയുന്ന ഒരു നാടകത്തിന് ഗോപൻ എന്ന് പറയുന്ന സി ഗോപൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിന് ടോം വട്ടക്കുഴി വരച്ച ചിത്രം, ഇലസ്ട്രേഷൻ. പക്ഷെ ആ ഇലസ്ട്രേഷൻ സ്വതന്ത്രമായിട്ടൊരു ആർട്ട് വർക്കായിട്ട് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിനാലയിലേക്ക് ചെന്നപ്പോൾ അത് സഡൻലി വായിക്കപ്പെട്ടത് ഈ സി ഗോപൻ്റെ നാടകവുമായി ബന്ധപ്പെട്ടല്ല. ഇലസ്ട്രേഷൻ്റെ ഒരു മുൻകാല ജീവിതം ഈ ചിത്രത്തിന് ഉണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ബാക്കി കിടക്കുന്നത് ഒരു വലിയ സമൂഹം ഇതിനെ കാണുന്നത്, ഓ ഇത് ലാസ്റ്റ് സപ്പറാണ്, ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറിൻ്റെ അതിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു നഗ്ന സ്ത്രീ രൂപത്തെ വച്ചിരിക്കുന്നു. ആ നഗ്ന സ്ത്രീ രൂപം ആരാണ്? ഏതാണ്ട് മഗ്ദലന മറിയാണെന്നോ ഏതോ ആരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നഗ്നയായിട്ടുള്ള സ്ത്രീയാണ്, അത്ര തന്നെ മതി നമുക്ക്. അതോടുകൂടി ഇവിടുത്തെ ഏതോ ഒരു എന്താ പറയുക, പള്ളിയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കോൺഗ്രസ് പാർട്ടിയായിട്ടോ ബന്ധപ്പെട്ട ഏതോ ഒരു ചെറിയ ഫ്രിഞ്ച് പാർട്ടി അവരൊരു ബഹളുണ്ടാക്കി. നമുക്കൊരു സെക്കൻഡ് പോലും വാദിച്ചു നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ ബിനാലെ അത് പ്രദർശനത്തിന് തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് കലയുടെ സ്വാധികാരം നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇതെന്താന്ന് വ്യാഖ്യാനിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ പോലും ആ ആൾക്കാരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്റലക്ച്വൽ ഈസ് നോട്ട് വർക്കിംഗ്. പണ്ട് നമ്മളുടെ ഇയാൾ പറഞ്ഞില്ലേ, നമ്മുടെ സക്കറിയ പറഞ്ഞ പോലെ ബുദ്ധിജീവികൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. അദ്ദേഹത്തിന് അന്ന് അത് ചോദിക്കാൻ എല്ലാ അധികാരവും ഉണ്ടായിരുന്നു, അതിന് റെലവൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബൗദ്ധിക ജീവിത വിരക്തിയാണ് മനുഷ്യർക്ക്. ഈ വിരക്തി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം സാധ്യമല്ല എന്നൊരു തോന്നലിലാണ്. പക്ഷെ സത്യം സാധ്യമാണ്. സത്യം സാധ്യമാണ് എന്ന് പറയുമ്പോൾ, ഞാനിതിപ്പോൾ പറയുമ്പോൾ സത്യം ഒന്നല്ല എന്ന് ശരി സമ്മതിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനവധി സിറ്റുവേഷൻസിൻ്റെ ഉള്ളിൽ അവനവൻ അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് നമ്മൾ നാരറ്റീവുകളെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നൊരു പ്രക്രിയ എവ്രി ആർട്ടിസ്റ്റ് ഡസ്. സത്യത്തിൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൾച്ചറൽ ഇൻഡസ്ട്രിക്ക് അകത്തൊന്നും പ്രവർത്തിച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് അതിന് നിങ്ങളുടേതായിട്ടൊരു ഇൻഡിവിജ്വൽ എന്താ പറയുക, ബൗദ്ധിക ജീവിതം വേണം. ആ ബൗദ്ധിക ജീവിതം ഉള്ള മനുഷ്യരുടെ പേരാണ് ഇന്ന് സമകാലിക കലാകാരൻ. പക്ഷെ പ്രശ്നം എന്താ, ഈ സമകാലിക കലാകാരനെ ഒരു ബുദ്ധിജീവിയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അയാളുടെ നെററ്റീവ്സ് എന്താണ് എന്ന് എഴുതാൻ ഇവിടെ ആരുമില്ല. പണ്ടും നമ്മൾ എഴുതി വെക്കാതെ പോയ, നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാതെ പോയ അനവധി കലാകാര സന്ദർഭങ്ങളിലാണ് ഇന്ന് നമ്മളിൽ കുണ്ഠിതം ഉണ്ടാക്കുന്നത്. അയ്യോ അവരെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. സ്ത്രീകൾ കലാകാരികളായിട്ട് അവരെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എങ്ങനെയാണ്?
ഞാൻ വളരെ കുഞ്ഞിലെ ചിത്രം വരച്ച് വന്ന ആളാണ്. എൻ്റെ ഫോട്ടോസ് പലപ്പോഴും എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഈ ചിരിക്ക് അപ്പം എല്ലാം അന്ന് പത്രക്കാർക്ക് ഈ ഫോട്ടോ ഇഷ്ടമായിരുന്നു. എനിക്കത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പത്രത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഫോട്ടോ വന്നു കഴിയുമ്പോൾ ഒരു ഫോട്ടോ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. ഈ അങ്ങോട്ട് നോക്കി ചിരിക്കണം, ഇങ്ങോട്ട് നോക്കി ചിരിക്കണം. ഞാൻ ഒരിക്കലും നേരെ ഇരുന്ന് ഫോട്ടോ എടുക്കാറില്ല. അതിനെനിക്ക് എടുത്തു തരുന്നൊരു സോമൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുട. അങ്ങനത്തെ ഫോട്ടോസ് അധികം വരാറില്ല. അപ്പം ഫോട്ടോജനിക്കായിട്ട് സോമൻ ചേട്ടൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ ചിരി അമിതമാണ്. അപ്പോൾ ഈ സാധനം അക്കാലത്ത് പെട്ടെന്ന് ഇതെന്താ കുട്ടിക്കൊന്ന് നേരെ ഇരുന്നൂടെ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നേരെ ഒത്തിരി അടക്കമൊതുക്കത്തിൽ. പിന്നെ ചില സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളെ ഫോട്ടോ എടുക്കാൻ ഇരുത്തുന്ന രീതിയിൽ തന്നെ ഒരു പെണ്ണിനെ ഇരുത്തുന്ന പോലെ, മനസ്സിലായല്ലോ? സ്ത്രീയെ എങ്ങനെ ഇരുത്തും, എങ്ങനെ ഒരു സ്ത്രീയെ ഫോട്ടോ എടുക്കുന്നത് ഒരു പുരുഷനെ ഫോട്ടോ എടുക്കുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കാനൊന്നും ആരും പറയില്ല. പക്ഷെ എന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് പറയും. അപ്പം എനിക്കിഷ്ടമുള്ള പോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പം ഇത് പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യാസം എവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഈ കാഴ്ചയിൽ വരുന്ന ഈ റെപ്രസെൻറ്റേഷണൽ ലോജിക്കുകൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ അനുഭവിക്കുന്ന ലോജിക്കിനെ തിരിച്ചിടുക എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു അനുഭവമാണ്. നിങ്ങൾ അനുഭവിച്ചതിലൂടെയാണ് നിങ്ങളുടെ കല രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന സാധനം ആയിക്കൊള്ളണം എന്നില്ല. സത്യം എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയാനുഭവമാണ്. അത് ഇന്ദ്രിയങ്ങളിൽ കൂടെ ശരീരാത്മകമായി കാണണം. അത് ശരീരം ഭയങ്കര ഒരു ഭാവനയുള്ളൊരു സംഗതിയാണ്. ഈ ഭാവനയെ നമ്മൾ സാഹിത്യമായിട്ടാണ് നമ്മുടെ എല്ലാ ആലോചനയും പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എത്ര കഥ വേണമെങ്കിൽ മെനയാൻ പറ്റും. നിങ്ങൾക്ക് സത്യാവസ്ഥയെ മീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എത്ര കഥ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു എന്താ പറയുക വലിയൊരു സാധ്യതയാണ്, സംശയമില്ല. പക്ഷേ കലയുടെ വേറൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ ഈ ഫേക്ക് നാരറ്റീവ്സിൻ്റെ സമൂഹത്തിൽ നമുക്കൊരു നമ്മളെ നിരക്ഷരരാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ആവശ്യം. അപ്പോൾ കാഴ്ചയെ നമ്മൾ ഒരു എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് കൂടി മനസ്സിലാക്കണം എന്നെനിക്കുണ്ട്. കാരണം അവിടെയാണ് കലയ്ക്ക് ഒരു ഇൻ്റലക്ച്വൽ ആവാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കാര്യമുണ്ട്. ഇൻ്റലക്ച്വൽ ആയിട്ട് എന്നെ ഒരിക്കലും ഒരാളും റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. വേണമെന്ന് വെച്ച് ഞാനായിട്ട് റെപ്രസെൻ്റ് ചെയ്താലേ ഉള്ളൂ. അതേസമയം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ടി കെ പത്മിനിയുടെ എല്ലാ ഫോട്ടോസും ഒന്ന് തപ്പി നോക്കാം അവൈലബിൾ ആയിട്ടുള്ള. പത്മിനി കുറേ ആൺ രൂപങ്ങളുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ മദ്രാസ് സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കലാകാരിയായ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ. എല്ലാ ആണുങ്ങളെയും നമ്മൾ സ്റ്റുഡിയോയിലേ കണ്ടിട്ടുള്ളൂ. പിക്കാസോനെയൊക്കെ സ്റ്റുഡിയോൻ്റെ അകത്തേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ കലാകാരന്മാരെല്ലാവരും കൂടി വെടി പറയുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ കലാകാരി സ്വയം ബോധപൂർവം എന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തത് സജിത ശങ്കറ. സജിത ശങ്കർ സ്വയം ഭയങ്കര സെൽഫ് കോൺഷ്യസ്ലി ചെയ്ത ഫോട്ടോഗ്രാഫാണ് അത്, അവരുടെ കാറ്റലോഗിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, ചിത്രങ്ങളിൽ നമ്മൾ ഈ നാരറ്റീവ്സ് വായിക്കാം. അത് വായിക്കുന്ന നേരത്ത് ചരിത്രപരമായ ചില അനുഭവാധിഷ്ഠിതമായ യുക്തി അതിലുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടി സത്യമായിട്ട് നിൽക്കും. ആ സത്യമെന്ന് ഞാൻ പറയുന്നത്, ആ വാക്ക് അവിടെ വേണോ അത് വേറെ ആൾക്കാർ അത് ചോദിക്കുക. അത് ഭയങ്കര ലെയേർഡാണ് ആ സത്യം. പക്ഷേ സത്യമില്ലായ്മയല്ല, ഫേക്കല്ല ആ സത്യം. അങ്ങനെ ഒരു സംഗതിയാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി എപ്പോഴും ലെയേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാവുന്നൊരു മീനിങ് ആണ്. ആ മീനിങ് വെച്ചിട്ട് കലയുടെ ചരിത്രത്തിന് ഇനിയും ധാരാളം ഡെവലപ്പ് ചെയ്യാനുണ്ട് ഒരു നോളജ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക്. അതിന് അനവധി മനുഷ്യർ ഈ ഫീൽഡിൽ പണിയെടുക്കണം. അപ്പോൾ അത് കലാകാരന്മാർ പണിയെടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ശരീരത്തോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏത് മനുഷ്യനും, ഇന്ദ്രിയാനുഭവങ്ങളോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏത് മനുഷ്യനും, ഇന്ദ്രിയാനുഭവങ്ങളിൽ തന്നെയാണ് സാഹിത്യത യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നത് എന്നറിയുന്നത്. അത് പലപ്പോഴും സാധിക്കുന്നത് ഇന്ന് വളരെ അധ്വാനത്തിൻ്റെ അനുഭവങ്ങളുള്ള, ശാരീരികമായിട്ടുള്ള ചില നമ്മൾ പറയുന്ന പോലെ ഡീവിയേഷൻസ് ഉള്ള മനുഷ്യർക്കാകുന്നത് വെറുതെ അല്ല.
നമ്മൾ ക്യൂർ സ്റ്റഡി, ക്യൂർ പീപ്പിൾ, ദേ ബ്രിങ് യു ഡിഫറെൻറ്റ് നാരറ്റീവ്. അത് നമ്മൾ പറയും അവരുടെ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് ആണ്. ആ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിൻ്റെ അടിയിൽ ഈ ഒരു ലെയേർഡ് സത്യം കിടക്കുന്നുണ്ട്, ജീവിച്ച അനുഭവം. അപ്പോൾ അതുപോലെ സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ ലെയേർഡ് അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഞാൻ എന്നെ കാണുന്നത് മൈ ഏജൻസി ഈസ് നോട്ട് സിംപ്ലി ഇൻഡിവിജ്വലൈസ്ഡ് ഏജൻസി. ഞാൻ കാണുന്നത് ഇപ്പോൾ ടീച്ചിങ് ടു ട്രാൻസ്ഗ്രസ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട്. അതുപോലെ നമ്മൾ ഹിസ്റ്റോറിസൈസ് ടു ട്രാൻസ്ഗ്രസ് എന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മോഡേണിസ്റ്റ് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ മലയാളികളായിട്ടുള്ള മോഡേണിസം, ആർട്ടിലെ മോഡേണിസം, ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്ന മോഡേണിസം, ഈ മോഡേണിസം പലപ്പോഴും സാഹിത്യമായ അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തിൻ്റെ ഒരു മീഡിയേഷനെ എതിർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ മാഗസിനുകളിൽ, ചില മാഗസിനുകളിൽ, പ്രത്യേകിച്ച് അന്വേഷണം പോലുള്ള മാഗസിനുകളിലൊക്കെ ഇലസ്ട്രേഷൻ കൊടുത്തില്ല, ബോധപൂർവ്വം ഇലസ്ട്രേഷൻ കൊടുത്തില്ല. അപ്പൊ അതിന് ലെറ്ററൊക്കെ കിട്ടി, കത്തുകൾ, വായനക്കാരുടെ കത്തുകൾ. വിലാസിനി ഫ്രം തിരുവനന്തപുരം. വിലാസിനി എന്ന് പറഞ്ഞൊരു പേര് പെണ്ണിൻ്റെ ആണെങ്കിലും അത് ആരാ ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല, അജ്ഞാതമാണത്. അത് അവരെഴുതിയിരിക്കാണ്, നിങ്ങൾ ഈ ഇലസ്ട്രേഷൻ കൊടുക്കാത്തത് ആദ്യമായിട്ടാണ് സാഹിത്യം ഇലസ്ട്രേഷൻ്റെ ശല്യമില്ലാതെ വായിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ വായനക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇലസ്ട്രേഷനോട് വായനക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു പോളറൈസിങ് ആറ്റിറ്റ്യൂഡും ആർട്ടിസ്റ്റുകൾ സാഹിത്യമായ മണ്ഡലത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ഒരു നിൽപ്പും സത്യത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ജനറിക് ആധുനികത നിർമ്മിച്ചു. ഈ ജനറിക് ആധുനികത എങ്ങനെ നിർമ്മിച്ച, ഈ രണ്ട് പക്ഷത്താണല്ലോ ഈ ആൾക്കാർ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ജനറിക് ആധുനികത എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സിംബോളിക് പീപ്പിളാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി, ഒരു പൂ വിരിയുന്നു, സൂര്യൻ വിരിയുന്നു, കണ്ണിൻ്റെ മുകളിലൊരു സൂര്യൻ, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാഷ. പക്ഷെ ആ ഭാഷ സത്യത്തിൽ എന്താണ് കൺവേ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ റെപ്രസെൻറ്റേഷണൽ ആർട്ടിൻ്റെ യുക്തി ഉണ്ടല്ലോ, അതിനെ തകർക്കണം. നേരത്തെ പറയും പോലെ നേർക്കാഴ്ച മാത്രമല്ല കല. നേർക്കാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഗ്രഹിക്കുന്ന നമ്മൾ പറയില്ലേ ഉൾക്കണ്ണ്, ആ ഉൾക്കണ്ണിൻ്റെ കാഴ്ചയാണ് അനുഭവം. ആ അനുഭവത്തെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അപ്പോൾ ആ അനുഭവത്തെ കാണിക്കാൻ നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യും ഹ്യൂമൻ ബോഡി. ആ അനുഭവത്തെ കാണിക്കാൻ നിങ്ങൾ 4 വര വരച്ച് പുഴയുണ്ടാക്കും, ആ പുഴയിൽ നിന്നൊരു കണ്ണുണ്ടാക്കും. പുഴയെക്കുറിച്ചുള്ള ഒരു എത്തിക്കൽ കണ്ണായിരിക്കാം അത്. വ്യാഖ്യാനങ്ങളുടെ ഒരു 5 കളിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനോട് വ്യാഖ്യാനാത്മകമായിട്ടുള്ള കവിതയുടെ ഒരു മണ്ഡലം ഒരു പുറത്തുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ അങ്ങനെയുണ്ട്, നമുക്കറിയാം. അപ്പം മിസ്റ്റിക് കവികൾ എന്ന് പറയുന്ന ആ ഒരു മിസ്റ്റിസിസത്തിനോടൊക്കെ ഇതിന് ഭയങ്കര സമാനതകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു പുതിയൊരു പിക്ടോറിയൽ ലാംഗ്വേജ്, ഒരു ജനറിക് പിക്ടോറിയൽ ലാംഗ്വേജ്, ഇതാണ് ഈ റീസെൻ്റ്ലി ഞാൻ ആനന്ദിൻ്റെ സ്കൾപ്ചർ കണ്ടപ്പോൾ വായിച്ചത്. ആനന്ദ് സ്കൾപ്ചർ ചെയ്യുന്ന ആർക്കും അറിയണ്ടായില്ല, ഇറ്റ് വാസ് എ സീക്രട്ട് പ്രാക്ടീസ്. പക്ഷേ അദ്ദേഹം അത് ലാസ്റ്റ് ബിനാലയിൽ അത് കാണിക്കുകയും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആനന്ദിനെ കുറിച്ചുള്ള പവിത്ര മാഷൊക്കെ മുന്നിട്ട് ഇറക്കിയിട്ട് നടത്തുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീറീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആനന്ദിൻ്റെ ശില്പങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ് ഡിപ്പെൻഡ്സ്, അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് മോഡേണിറ്റി, ജനറിക് ആർട്ടിസ്റ്റിക് മോഡേണിറ്റി 60-കളിൽ 70-കളിൽ ഉണ്ടായ ഒന്നാണ്. അപ്പോൾ ആ ഒരു ജനറിക് മോഡേണിറ്റി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത് ഈ റെപ്രസെൻറ്റേഷണൽ യുക്തിക്കും, റെപ്രസെൻറ്റേഷണൽ യുക്തിയെ മുഴുവനായിട്ട് നിഷേധിച്ച യുക്തിക്കും അമൂർത്ത യുക്തിക്കും ഇടയിലുള്ള ഒരു എന്താ പറയുക, അതിനെ ഒരു ബ്രിഡ്ജിങ് ആണ്, ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ശരിക്കും ഇതിപ്പോൾ ഞാൻ സംസാരിച്ചത് ഒരു ആർട്ട് ലാംഗ്വേജിൻ്റെ സെൻസിബിലിറ്റിയുടെ ഭാഷയിലാണ്. മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജനറിക് പ്രാക്ടീസിന് നിലനിൽക്കാൻ എവിടെ പറ്റും? കാരണം ഒന്നിലോ ആർട്ട് ഗാലറിയിൽ അല്ലെങ്കിൽ മാഗസിനിൽ. ഇതിൽ നിലനിൽക്കാൻ എവിടെ സ്ഥലം? അങ്ങനെയുള്ള സ്ഥലം ഉണ്ടായത് അച്ചടിയുടെ ആവശ്യങ്ങൾ വളരെ കുറച്ച് കാണിച്ചിട്ടുള്ള കയ്യെഴുത്ത് മാസികകൾ, രാഷ്ട്രശില്പി എന്ന് പറഞ്ഞ കയ്യെഴുത്ത് മാസിക ഉണ്ടായിട്ടുണ്ട്. സമാന്തര മാസിക പ്രസാധനങ്ങൾ, സമാന്തര മാസിക പ്രസാധനങ്ങൾ സാഹിത്യത്തിലുണ്ടാക്കിയ മാറ്റമൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട. പക്ഷേ കലയിലുണ്ടാക്കിയ മാറ്റം ഇതാണ്. അതായത് ഈ റെപ്രസെൻറ്റേഷനിലും അബ്സ്ട്രാക്ഷനും ഇടയിലുള്ള ചില സാധ്യതകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കിടക്കുന്ന ഈ സാധ്യത അവതരിപ്പിക്കാൻ അവർക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് മുഖ്യധാര പ്രൊഡക്ഷൻ സിസ്റ്റം അല്ല.
ഗാലറിയുമല്ല, മാസികയുമല്ല. പല ലിറ്റിൽ മാഗസിനും കണ്ട മാസിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പല ലിറ്റിൽ മാഗസിനും കണ്ടാൽ കുറച്ച് ഇത് പിന്നെ അവരതിൽ വേറെ കൊണ്ടുവന്ന പുതിയ കാര്യം ഡിസൈൻ എലമെന്റ് ആണ്. എം വി ദേവനും പിന്നെ മാത്രമല്ല പല ആളുകളും അതിൽ ഇപ്പോൾ അവരുടെ പേരെന്താ, വാസു പ്രദീപ്, സി എൻ കരുണാകരൻ, അങ്ങനെ കുറേ മനുഷ്യർ ഇപ്പോൾ രസന എന്ന് എഴുതിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വിഷ്വൽ ലെറ്ററിന് ഇപ്പോൾ അക്ഷരം ഉണ്ടല്ലോ, അക്ഷരത്തിന് അർത്ഥം മാത്രമല്ല ഉള്ളത്, അക്ഷരത്തിന് ശരീരമുണ്ട്. ഇത് ഈ രസനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ജ്വാലയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അതിന്റെ ഡിസൈൻ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അക്ഷരത്തിന് അർത്ഥം മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര അർത്ഥത്തിന്റെ ദുർഭരണമാണ് നമ്മൾ നടത്തുന്നത്. സത്യത്തിൽ സാഹിത്യത്തിൽ മനസ്സിലാവാതൊരു സാധനം എഴുതാൻ പറ്റുമോ? സാഹിത്യത്തിൽ ഒരു കഥ എഴുതിയ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സാഹിത്യകാരനെ നമ്മൾ തള്ളിക്കളിയില്ലേ? അങ്ങനെയല്ലേ മേതിൽ നമ്മൾ കുറെ കാലം തള്ളിയത്, അങ്ങനെയല്ലേ പലരെയും തള്ളിയത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവണം. അങ്ങനെ ഏറ്റവും ലളിത സുന്ദരമായി എഴുതുന്ന, വായനാസുഖത്തിൽ എഴുതുന്ന ഒരാൾ മാത്രമാണ് മലയാളി സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വായനാസുഖം എപ്പോഴാണ് പോണത്? വായനാസുഖം പോണത് എപ്പോഴാന്ന് വെച്ചാൽ മറ്റ് യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ്. അതായത് കാഴ്ചയുടെ കാഴ്ചയിൽ നിന്നും പറയലിൽ നിന്നും വളഞ്ഞു പറയലും അന്വേഷിച്ചു പോകലും നടത്തുന്ന ഒരാൾക്കാണ് ഈ ആള് പറയുമ്പോഴാണ് അത് ദുർഗ്രഹമായിട്ട് പോണത്. അപ്പൊ ഈ ദുർഗ്രഹത സത്യത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വാല്യൂ ആണ്. പക്ഷേ അത് ഇപ്പൊ കോൺക്രീറ്റ് പോയിട്രിക്ക് ദുർഗ്രഹത പ്രശ്നമില്ല. പോയിട്രിക്ക് തന്നെ വെസ്റ്റിൽ ധാരാളം ദുർഗ്രഹത പ്രാക്ടീസസ് തന്നെയുണ്ട്. അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് വെച്ചാൽ നമ്മളുടെ നേർക്കാഴ്ചയിൽ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ പറ്റാത്ത അബ്രപ്റ്റ് ആയിട്ടുള്ള വളരെ യാദൃച്ഛികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് ഈ ലോകത്ത് എന്നുള്ളതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്ത ജോൺ കേജ് ഒക്കെ. കവിത എഴുതിയിട്ട് അങ്ങോട്ട് പറത്തി വിട്ടു. നിലത്ത് വന്നത് എന്തോ അതാണ് കവിത. കവിക്ക് അർത്ഥമുണ്ടാക്കാൻ ഒരു ഉത്തരവാദിത്വവും നിർബന്ധവും ഇല്ല. അപ്പം ഇങ്ങനെ പോകുന്നൊരു അർത്ഥരഹിതമായ ഒരു ലോകം മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഈ ലിറ്റിൽ മാഗസിനുകളിൽ വരച്ചിട്ടുണ്ട്. പേര് പോലും അറിയില്ല. ഈ മനുഷ്യർ എവിടെ എങ്ങനെ പഠിച്ച് ഇതൊന്നും ഇപ്പൊ കണ്ടെത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു സങ്കടം. കാരണം ഇവരൊക്കെ പ്രാദേശികരായിരുന്നു. ഇവരൊക്കെ ചില നമ്മൾ ഇഡിയോസിൻക്രാറ്റിക് എന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. സോ തയ്യബ് മേത്ത ഇഡിയോസിൻക്രാറ്റിക് എന്ന് വിശ്വസിച്ചപ്പോൾ അയാൾക്ക് വലിയ പെയിന്റിങ്ങും ഗാലറിയും മോഡേൺ ആർട്ടിസ്റ്റ് ഒക്കെ ആയി. എം എഫ് ഹുസൈൻ ഞാൻ ഇഡിയോസിൻക്രാറ്റിക് ആണെന്ന് വിചാരിച്ചപ്പോൾ അങ്ങേർക്കും കിട്ടി ഗാലറികളിലും ഒക്കെ സ്ഥലം. ഇവിടുത്തെ നാട്ടിലെ വാസുദേവൻ വിചാരിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് നമ്മുടെ ഇടയിലുള്ള കലയ്ക്കകത്ത് തന്നെയുള്ള ഒരു അർബനിസം, മോഡേൺ ആർട്ടിനെ കൊണ്ടു നടന്നത് ആ അർബനിസമാണ്. ആ അർബനിസം ഇതുവരെ അഡ്രസ് ചെയ്യാതെ പോയ ഒരു കാര്യമാണ് വാക്കിന് അർത്ഥരഹിതമായും നിൽക്കാം എന്നുള്ളൊരു സാധ്യത. ഇപ്പോൾ അസിമിക് പോയട്രി എന്നൊക്കെ പറഞ്ഞ വേൾഡ് ഓവർ വിഷ്വൽ പോയട്രി ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു പ്രാക്ടീഷണേഴ്സ് ഓഫ് ആർട്ടിസ്റ്റും പോയറ്റ്സും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് അത് വരുന്നുണ്ട്. അത് ഇപ്പോൾ ഡോണ മയൂര പോലെ അല്ലെങ്കിൽ വിഷ്ണു പ്രസാദിനെ പോലെ, MR വിഷ്ണുപ്രസാദ്, അവരൊക്കെ ഇതിനോടൊക്കെ സെൻസിറ്റീവാണ്. വിഷ്ണുപ്രസാദൊക്കെ കൃത്യമായിട്ടും ഈ വിഷ്വൽ വെർബൽ ഡൈക്കോട്ടമിയെ മുഴുവനായിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഒരു ഫിലോസഫറുടെ പ്രാക്ടീസാണ് ആർട്ടിസ്റ്റിൻ്റെ പ്രാക്ടീസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രാക്ടീഷണേഴ്സ് അവരും ഇന്ന് ഫ്രിഞ്ചിലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനടക്കം ഞാനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പോയിട്രി പോസ്റ്റേഴ്സ്, കവിതയിൽ എനിക്ക് കവിത എഴുതി കഴിയുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അർത്ഥങ്ങൾ ആവശ്യമുള്ള അർത്ഥത്തിൻ്റെ ദുർഭരണത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. എനിക്ക് ഈ അർത്ഥങ്ങൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലോകത്ത് ഈ ദുർഭരണം ഇഷ്ടമല്ല. അപ്പോൾ അർത്ഥരഹിതമായിട്ട് കവിത എഴുതാൻ പറ്റാത്തൊരു സമൂഹത്തിൽ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മലയാള സാഹിത്യത്തിൽ ഞാൻ എങ്ങനെ മലയാള കവിയായിരിക്കും? ഇതാണ് എൻ്റെ പ്രശ്നമായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് നിർബന്ധമൊന്നുമില്ല മലയാള കവി ആയിരിക്കണം എന്ന്. അതവിടെ വരുന്നതാണ്. അപ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ നമ്മൾ എന്നാൽ വിഷ്വൽ പോയട്രി ഒരു മെയിൻ സ്ട്രീം ആർട്ടിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് അർത്ഥരഹിതമായും അല്ലെങ്കിൽ അർത്ഥവുമായി സംവാദത്തിൽ വരുന്ന ഒരു അക്ഷര ശരീരം, ഇത് ആ അക്ഷര ശരീരത്തിന്
ഫോമുകൾ, പല ഫോമുകളിലേക്കും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് ഫോമുകളിലേക്ക് ഒക്കെ പോവാം. നമ്മുടെ കാൻഡിൻസ്കി ഒക്കെ പണ്ട് ചെയ്തിട്ടുള്ള പോലെ, അല്ലെങ്കിൽ മറ്റേ ഇയാൾ പോൾ ക്ലീഡിയൊക്കെ പെഡഗോജി നോട്ട്ബുക്സിലുണ്ട്. ചില 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 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, ഇത് ഗ്രാഫിക്കാണ്, പക്ഷേ ഇതൊരു കാറ്റ് പോയതും ആവാം, ഇത് എന്തും ആവാം. ഗ്രാഫിക് ഭയങ്കര രസകരമായിട്ടുള്ള ഇന്റർപ്രിറ്റേറ്റീവ് പോസിബിലിറ്റിയാണ്. പ്രശ്നം എന്താ വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ അതൊക്കെ മനസ്സിലാവാത്ത കല. അപ്പം രസം എന്താണെന്ന് വെച്ചാൽ പരിപൂർണമായും അർത്ഥഗർഭമായി അർത്ഥനിർഭരമായി മാത്രമേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ എന്ന് വാദിക്കുന്ന ഒരു കൾച്ചർ ഇൻഡസ്ട്രിക്കുള്ളിലും പൊളിറ്റിക്കൽ ഇൻഡസ്ട്രിക്കുള്ളിലും നിങ്ങൾ ഫ്രിഞ്ചിൽ പോകും ഈ ഭാഷ കൊണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഫ്രിഞ്ച് ഭാഷയിൽ ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യലുണ്ട്, അതിൽ ഗംഭീര സത്യങ്ങളുണ്ട്. ഇപ്പോൾ വാർ ജേണൽ എഴുതുന്ന നിരന്തരമായിട്ട് ഇപ്പോൾ 1500 ഉക്രൈനിലൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരെഴുതുന്ന വാർ ജേണലിൽ പല പല അസീമിക് റൈറ്റിങ്സ്. പിന്നെ നിങ്ങൾക്ക് പേപ്പറിൽ ലൈൻ ഇട്ട് പടം വരയ്ക്കാം അല്ലേ, അത് നമുക്കറിയാം. നമുക്ക് ഒരു വീഡിയോയിൽ ലൈൻ കൊണ്ട് വീഡിയോ നിർമ്മിക്കാൻ പറ്റുമോ? പറ്റും. അതൊക്കെയാണ് രസകരമായ സാമ്പിൾസാണ് അതിൽ. അത് വെച്ചാൽ ആ ലൈൻ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. ഏതോ പ്രത്യേകിച്ചും വാറിൻ്റെ ജേണലായിട്ട് അത് വരുന്നത് കൊണ്ട് അതിനകത്ത് ചില ഫോംസ്, അത് വാറിൽ വന്നിട്ടുള്ള യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ രീതിയൊന്നുമല്ല. ഒരു കടൽ തീരം കാക്ക അല്ലെങ്കിൽ കടൽ തീരത്തെ പക്ഷി, അവിടെ വീണിരിക്കുന്ന നിഴൽ, ഇതൊക്കെയാണ്. പക്ഷെ ഈ നിഴലിനെ ഒരു ഫോമിലേക്ക് ഇവർ മാറ്റുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് റിട്ടൺ പോയട്രി. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ അനവധി പരീക്ഷണക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പം എന്നെ സംബന്ധിച്ച് 60-കളിൽ 70-കളിലെ കേരളീയ ആധുനികതയിൽ നിന്ന് നേർവര വരച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെത്തും, ഇന്നത്തെ കണ്ടംപററി വിഷ്വൽ പോയറ്റ്സിലേക്ക് എത്തും. അവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അടരുകളായിട്ട് സത്യത്തിൻ്റെ ഒരു സെനാരിയോ സൃഷ്ടിക്കലാണ്. ആ സത്യത്തിൻ്റെ സെനാരിയോ നിങ്ങളിരുന്നിട്ട് നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ട കാര്യമല്ല, ഞാൻ വായിച്ച് ഞാൻ തന്നെ തീരുമാനം എടുക്കേണ്ട കാര്യമല്ല. ഇത് പറയാൻ ഇവിടെ സ്ഥലമില്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്കും നമ്മളെ കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് കിട്ടും. ഞാൻ മനഃപൂർവ്വം ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് പറഞ്ഞിട്ടല്ല, അതിലൂടെ ഉണ്ടായി വരുന്നതാ. ഇതുപോലെ എൻ്റെ മുമ്പിലിരുന്ന ഇവിടെ പഠിച്ച കർത്തകത്രീന എങ്ങനെയാണ് അത് പഠിച്ചതെന്ന് ഞാൻ കണ്ടതാ. അപ്പോൾ ആ ജീവിതത്തിൻ്റെ എല്ലാ അടരും ഞാൻ കണ്ടതാ. അതിനുശേഷം അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ അവൾ മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം ഇപ്പോഴും എന്താ പറയുക പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. സോ ഷീസ് ഇൻ സെർച്ച് ഓഫ് എ ലാംഗ്വേജ്. അപ്പോൾ അവളുടെ സ്ട്രഗിൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ സ്ട്രഗിളിൻ്റെ ഒരു ഫോം എൻ്റെ ഉള്ളത് കൊണ്ടാണ്. വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും രണ്ടറ്റത്തായിരിക്കുന്നത്, മനസ്സിലായോ? അതായത് ഒരുപക്ഷെ ഞങ്ങളുടെ ഇടയിലും വ്യത്യാസങ്ങളാണ് ഉള്ളത്, പക്ഷേ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഭാഷയെക്കൂടെയാണ്, കലയുടെ ഭാഷയെക്കൂടെ. അപ്പോൾ നമ്മൾ പറയും പോലെ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ചോദ്യം നമ്മൾ മാറ്റി എഴുതണം. ബുദ്ധിജീവികളെ കൊണ്ടേ ഇനി പ്രയോജനമുള്ളൂ. ബുദ്ധിയില്ലാത്ത ഭരണാധികാരികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ പടം മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവനവനിസത്തിൽ. പിന്നെ എത്ര അവനവനിസമുള്ള ആളാണെങ്കിലും എന്തെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്താൽ നമ്മൾ അതിനെ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കവിഞ്ഞാൽ യാതൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചോദ്യത്തിന് ചോദിച്ചതിന് ഇതാണ് ഉത്തരം. സത്യത്തിൻ്റെ അടരുകളാണ്.